എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാതെ ആൽബി കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. സമാധാനമായി ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഒന്ന് കണ്ണടച്ചാൽ കാലുകളിലൂടെ എന്തൊക്കെയോ ശരീരത്തിലേക്ക് ഇരച്ചു കയറി വരുന്നത് പോലെയൊക്കെ അനുഭവപ്പെടുന്നു. ശരിക്കു പറഞ്ഞാൽ രക്തക്കുഴലുകൾക്കുള്ളിലൂടെ ഉറുമ്പുകൾ ഇഴഞ്ഞു നീങ്ങുന്നത് പോലെ. ഇടത് കാൽപാദത്തിൽ നിന്നും ആരംഭിച്ച് അതിങ്ങനെ മുകളിലേക്ക് കയറി കയറി വന്ന ദേഹം മുഴുവൻ പടരും. മുഖത്തിനുള്ളിലൂടെയും കണ്ണുകൾക്ക് പുറകിലൂടെയും അസ്വസ്ഥത ഉളവാക്കിക്കൊണ്ട് ഒന്നുറങ്ങാൻ പോലും അനുവദിക്കാതെ പുലരുവോളം അത് തുടർന്നുകൊണ്ടേയിരിക്കും. എന്നു മുതലാണ് ഇത് ആരംഭിച്ചത് എന്ന് ആൽബി ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഒരാഴ്ച മുമ്പോ, അതോ 2 ആഴ്ച മുമ്പോ, അതോ ഇനി 1 മാസം മുമ്പോ? ആൽബി അവ്യക്തമായ ഓർമ്മകളിൽ പരതി. കൃത്യമായ ഒരു കാലയളവ് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിലേക്ക് നയിക്കാനിടയായ സംഭവം ആൽബിയുടെ ഓർമ്മയിൽ തെളിഞ്ഞു. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന ആൽബി പഠനത്തിൽ കുറച്ച് പിന്നിലായിരുന്നു. ചെറുതും വലുതുമായ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടിരുന്നതുകൊണ്ട് പഠിക്കാനൊന്നും അവന് സമയം കിട്ടിയിരുന്നില്ല എന്നതാണ് സത്യം. ഈ അടുത്ത് എപ്പോഴോ ആൽബി അവൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയുണ്ടായി. സുഹൃത്തിൻ്റെ അച്ഛൻ്റെ സഹോദരൻ വിദേശത്ത് വെച്ച് മരണപ്പെട്ടതിനെ തുടർന്ന് വിമാനമാർഗം അദ്ദേഹത്തിൻ്റെ മൃതദേഹം നാട്ടിലെത്തിച്ചിരുന്നു. അത്രയൊന്നും അടുത്ത സുഹൃത്തിൻ്റെ ബന്ധുവല്ലായിരുന്നെങ്കിലും കോളേജിൽ നിന്നും മറ്റു പലരും പോയ കൂട്ടത്തിൽ ആൽബിയും അവിടേക്ക് പോവുകയായിരുന്നു. ക്ലാസ് കട്ട് ചെയ്യാൻ ഒരവസരം, അത്രയേ ആൽബി ചിന്തിച്ചുള്ളൂ. കോളേജിൽ നിന്നും 4-5 കിലോമീറ്റർ അകലെയുള്ള ആ വീട്ടിലേക്ക് സഹപാഠിയായ മിഥുൻ്റെ ബൈക്കിൽ കയറി ആൽബിയും അവരോടൊപ്പം പുറപ്പെട്ടു. കുറേ ദൂരം ഹൈവേയിലൂടെ യാത്ര ചെയ്ത ശേഷം അവർ ഒരു ഇടവഴിയിലേക്ക് ബൈക്ക് തിരിച്ചു. മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുന്ന വഴിയിലൂടെ വെള്ളം തെറിപ്പിച്ച് അവർ ബൈക്കിൽ യാത്ര തുടർന്നു. സുഹൃത്ത് പറഞ്ഞ വീട് കണ്ടെത്താൻ അവർക്ക് മൺവഴിയിലൂടെ കുറച്ചധികം യാത്ര ചെയ്യേണ്ടതായി വന്നു. മൺവഴി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു കാറിന് പോകാവുന്നത്ര വീതിയുള്ള ഒരു നാട്ടുവഴി. വഴിയിൽ പുല്ലുകൾ മുളച്ചു നിന്നിരുന്നതിൽ നിന്നും അതുവഴി യാത്ര തീരെ കുറവായിരുന്നുവെന്ന് ആൽബി ഊഹിച്ചു. വഴിയുടെ ഇരുവശത്തും റബ്ബർ തോട്ടമാണ്. ഹൈവേയിൽ നിന്നും തിരിയുന്ന സമയത്ത് ഒരു വീട് കണ്ടതാണ്. പിന്നെ ഇത്ര നേരമായിട്ടും വേറെ ഒരു വീട് പോലും കണ്ടിട്ടില്ല എന്നത് ആൽബിയിൽ അതിശയമുളവാക്കി. 10 മിനിറ്റ് നേരം മൺവഴിയിലൂടെ സഞ്ചരിച്ച് അവർ സുഹൃത്തിൻ്റെ ബന്ധുവീട്ടിലെത്തി. പൂർണ്ണമായും ഒറ്റപ്പെട്ടത് എന്ന് തന്നെ പറയാവുന്ന ഒരു 2 നില വീട്. കുറച്ചു നാളുകളായി ആൾതാമസം തീരെയില്ലായിരുന്നു എന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അവിടെ കാണാനുണ്ടായിരുന്നു. വീടിൻ്റെ മുൻവശത്ത് വിഷാദം നിറഞ്ഞ മുഖവുമായി അവരുടെ സുഹൃത്ത് ബിനോയ് ബന്ധുക്കൾക്കരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആൽബിയും കൂട്ടുകാരും നേരെ ബിനോയിയുടെ അടുത്തേക്ക് ചെന്നു. സുഹൃത്തുക്കളെ കണ്ട ബിനോയ് ബന്ധുക്കൾക്കിടയിൽ നിന്നും ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. കുറച്ചു നേരം സംസാരിച്ചു നിന്ന ശേഷം ബോഡി കൊണ്ടുവന്നോ എന്ന് കൂട്ടത്തിലൊരാൾ ചോദിച്ചു. 1/2 മണിക്കൂർ കൊണ്ടെത്തുമെന്ന് ബിനോയ് പറഞ്ഞു. പിന്നെ അല്പനേരത്തേക്ക് ആരുമൊന്നും സംസാരിച്ചില്ല. ചുറ്റുമുണ്ടായിരുന്ന പലരെയും പോലെ മുഖത്ത് വിഷാദഭാവം വരുത്തി ആൽബിയും അവർക്കൊപ്പം നിന്നു. "നിങ്ങളകത്തേക്ക് വാ, മുകളിൽ സ്ഥലമുണ്ട്, അവിടെ ഇരിക്കാം. ഇവിടെ ഇങ്ങനെ വെയിലും കൊണ്ട് നിൽക്കണ്ട," ഏതോ ചിന്തകളിൽ നിന്നും ഉണർന്ന് ബിനോയ് പറഞ്ഞു. എന്നിട്ട് തിരിഞ്ഞ് വീടിനകത്തേക്ക് നടന്നു. ബിനോയ്ക്ക് പുറകെ മറ്റുള്ളവരും വീടിനകത്തേക്ക് കയറി. ഏറ്റവും പുറകിലായി നടന്നിരുന്ന ആൽബി വീടിനകത്തേക്ക് കാലെടുത്ത് വെച്ചയുടനെ അവൻ്റെ മൂക്കിലേക്ക് ഒരുതരം വാടഗന്ധം അടിച്ചു കയറി. വീട് കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ മാത്രം തുറന്നതാണ് എന്ന് ആ ഗന്ധം വിളിച്ചോതി. വീടിൻ്റെ മുക്കും മൂലയും നിരീക്ഷിച്ചുകൊണ്ട് ആൽബി സുഹൃത്തുക്കൾക്ക് പുറകെ ഗോവണി കയറി മുകളിലെ നിലയിലെത്തി. അവിടെ തുറന്നു കിടന്നിരുന്ന ഒരു മുറിയിലേക്ക് ബിനോയ് അവരെ കൂട്ടിക്കൊണ്ടുപോയി. മുറിക്കുള്ളിൽ പാക്ക് ചെയ്ത കുറേ ബാഗുകളും കബോർഡ് പെട്ടികളും ഇരിപ്പുണ്ടായിരുന്നു. ഇതൊക്കെ വല്യച്ഛൻ്റെ വസ്തുവകകളാണ്. ആൾ മരണപ്പെട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. അവിടെയുള്ള ബന്ധുക്കൾ ഇതൊക്കെ നേരത്തെ ഇങ്ങ് കയറ്റിവിട്ടു. ആശുപത്രിയിലെ നടപടിക്രമങ്ങൾ കഴിയാൻ കുറച്ച് കാലതാമസം വന്നു. അല്ലെങ്കിൽ ബോഡി നാട്ടിലെത്താൻ ഇത്ര വൈകില്ലായിരുന്നു. ആരോ പൊട്ടിച്ചു വെച്ചിരുന്ന ഒരു പെട്ടിയുടെ മുകളിൽ കൈവച്ച് ബിനോയ് പറഞ്ഞു. "ആൾക്ക് ശരിക്കും എന്താണ് പറ്റിയത്?" അതുവരെ നിശബ്ദനായിരുന്ന ആൽബി ചോദിച്ചു. "ഹാർട്ട് അറ്റാക്ക് ആണെന്നാണ് അറിഞ്ഞത്. പക്ഷേ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അത് കൂടെയുള്ള ബന്ധുക്കൾ വന്നാലേ അറിയാൻ പറ്റൂ." വേറെ എന്തോ പറയാൻ വന്ന ബിനോയ് പെട്ടെന്ന് നിർത്തി. "നിങ്ങളിവിടെ ഇരിക്കെ, ഞാൻ താഴേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഒരു കട്ടിൽ ചൂണ്ടിക്കാണിച്ച ശേഷം ബിനോയ് പുറത്തേക്ക് നടന്നു. അതുവരെ തോളിൽ തൂക്കിയിട്ടിരിക്കുകയായിരുന്ന ബാഗുകൾ എല്ലാവരും കട്ടിലിൽ വെച്ചു. ആ മുറിക്കുള്ളിൽ വാടഗന്ധം അല്പം കൂടുതലാണെന്ന് ആൽബിക്ക് തോന്നി. കുറച്ചു നേരം എല്ലാവരും മുറിക്കുള്ളിൽ സ്വറ പറഞ്ഞിരുന്ന ശേഷം മുഷിച്ചിൽ അനുഭവപ്പെടാൻ തുടങ്ങിയപ്പോൾ പലരും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഒരു കൗതുകത്തിന് കൂട്ടത്തിലൊരാൾ പൊട്ടിച്ചു വെച്ചിരുന്ന പെട്ടി തുറന്നു നോക്കി. വേണ്ടടാ എന്ന് ബാക്കിയുള്ളവർ പറഞ്ഞെങ്കിലും അവനത് കേൾക്കാതെ പെട്ടി നിലത്ത് വെച്ച് അതിൻ്റെ ഉൾവശം മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങി. അതോടെ അതുവരെ വേണ്ട എന്ന് പറഞ്ഞിരുന്നവരും അവനോടൊപ്പം കൂടി. പെട്ടിക്കുള്ളിൽ ഏതാനും ഡയറികളും പിന്നെ വസ്ത്രങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അത് മുഴുവൻ ചിക്കിച്ചികഞ്ഞു പരിശോധിച്ച ശേഷം അവർ അവിടെ ഉണ്ടായിരുന്ന അടുത്ത പെട്ടി തുറക്കാൻ ശ്രമം ആരംഭിച്ചു. ഇത്തവണ 1-2 പേര് മാത്രമേ അതിനെ എതിർത്തുള്ളൂ.
മുറിക്കുള്ളിൽ ഒരു മൂലയിൽ കബോർഡ് കൊണ്ടുള്ള പെട്ടിയുടെ അടുത്തേക്ക് അവർ ചെന്നു. കാഴ്ചയിൽ അത് ഉയരം കുറഞ്ഞ ഫ്രിഡ്ജിൻ്റെ പെട്ടി പോലെ തോന്നിച്ചു. ആൽബി അതിൻ്റെ മുകൾ വശത്തെ കെട്ടഴിച്ചു. പെട്ടി തുറന്നപ്പോൾ ആദ്യം കയ്യിൽ തടഞ്ഞത് ഒരു ചെറിയ പൊതിയായിരുന്നു. ഏതോ പെയിൻറ്റിങ്ങും പൊതിഞ്ഞു വെച്ചതുപോലെ ഉണ്ടായിരുന്നു അത്. അതിന് താഴെ നിന്നും ആൽബിയുടെ സുഹൃത്ത് മറ്റൊരു പാക്കറ്റ് പുറത്തെടുത്തു. തുകലുകൊണ്ടുള്ള ഒരു ജോഡി ചെരുപ്പാണ് അതിലെന്ന് ട്രാൻസ്പെറൻ്റായ കവറിലൂടെ അവർ കണ്ടു. അത്യാവശ്യം വില കൂടിയ ഒന്നാണത് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആൽബിക്ക് മനസ്സിലായി. സുഹൃത്ത് ചെരുപ്പ് ഒരു വശത്തേക്ക് വെച്ച ശേഷം പെട്ടിക്കുള്ളിൽ നിന്നും മറ്റൊരു പാക്കറ്റ് കൂടി എടുത്തു. ആ സമയം പുറത്ത് ഒരു വാഹനം വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. ഒപ്പം ഒരു കൂട്ടക്കരച്ചിലുമുണ്ടായി. ബോഡി വന്നെന്ന് തോന്നുന്നു, കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. അതോടെ പുറത്തെടുത്ത വസ്തുക്കളെല്ലാം അതേപടി അവിടെയിട്ട് അവർ വേഗം മുറിക്ക് പുറത്തേക്കിറങ്ങി. എടാ, ഞാനിതെല്ലാം ഒന്ന് അടുക്കി വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ആൽബി തിരികെ മുറിക്കകത്തേക്ക് കയറി. ബാക്കിയുള്ളവർ അത് ശ്രദ്ധിക്കാതെ വേഗം ഗോവണി ഇറങ്ങി താഴേക്ക് പോയി. മുകളിൽ ആൽബി തനിച്ചായി. പെട്ടിയിൽ നിന്നും പുറത്തെടുത്ത വസ്തുക്കൾ ഓരോന്നായി ആൽബി തിരികെ എടുത്തു വെച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് വീണ്ടും ആ തുകൽ ചെരുപ്പ് ആൽബിയുടെ ശ്രദ്ധയാകർഷിക്കുന്നത്. അതെടുത്ത് ഒരു നിമിഷം കയ്യിൽ പിടിച്ച ശേഷം വേഗം പെട്ടിക്കുള്ളിലേക്ക് തിരികെ വെച്ചു. പക്ഷേ എന്തോ മനസ്സുവല്ലാതെ പിടയ്ക്കുന്നു. മോഷണം അവൻ്റെ ചെറിയ ദുശീലങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നില്ലെങ്കിലും എന്തുകൊണ്ടോ ആ ചെരുപ്പ് സ്വന്തമാക്കാൻ ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ ആൽബിക്ക് തോന്നി. പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കാൻ നിൽക്കാതെ വേഗം ആ ചെരുപ്പിൻ്റെ പൊതി കയ്യിലെടുത്ത് അവൻ തൻ്റെ ബാഗിൽ തിരികെ കയറ്റി. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അവൻ ഭംഗിയായി അടക്കി വെച്ച് പെട്ടി പഴയതുപോലെ കെട്ടിവെച്ചു. എല്ലാം കഴിഞ്ഞ് അവൻ താഴെ തൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ചെന്നു. വീടിൻ്റെ ഉമ്മറത്ത് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നു. അതിൻ്റെ ഒരു വശത്ത് ആൽബിയുടെ സുഹൃത്തുക്കൾ അവരോടൊപ്പം എന്തോ എത്തി നോക്കുന്നു. അവരുടെ അടുത്തെത്തി ആൽബി കാലുകൾ അല്പമുയർത്തി എന്താണ് എന്ന് എത്തിനോക്കി. ഇറയത്ത് മാർബിൾ തറയിൽ മൊബൈൽ ഫ്രീസറിനുള്ളിൽ ഒരു മൃതദേഹം കിടത്തിയിരിക്കുന്നു. ഒറ്റ നോട്ടമേ ആൽബി ആ മൃതദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയുള്ളൂ. അറിയാതെ അവൻ നോട്ടം പിൻവലിച്ചുപോയി. വല്ലാത്ത ഭീകരത തോന്നിക്കുന്ന നീണ്ട മുഖം, മുഖത്ത് കട്ടിയുള്ള പുരികങ്ങൾ, കൂർത്ത മൂക്ക്, ചെവികളിൽ നിന്നും വളർന്നു നിൽക്കുന്ന രോമങ്ങൾ, പാതി കൂടിയ വായ അല്പം തുറന്നിരിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചെകുത്താൻ്റേതുപോലെ തോന്നിക്കുന്ന മുഖം. എങ്ങനെയാണ് ഈ മുഖം കണ്ടിട്ട് ആളുകൾക്ക് സങ്കടപ്പെടാൻ കഴിയുന്നത് എന്ന് ആൽബിക്ക് തോന്നി. അയാൾ മരിച്ച് പെട്ടിക്കുള്ളിലായത് നന്നായി. ജീവനോടെയാണ് അയാളെ കാണുന്നതെങ്കിൽ ഒരുപക്ഷെ താൻ ആ നിമിഷം ഓടി സ്ഥലം വിട്ടേനെ. ഓ, വല്ലാത്തൊരു കാഴ്ച തന്നെ. ഒറ്റത്തവണ മാത്രമേ ആ മുഖം കണ്ടുള്ളൂവെങ്കിലും അതിങ്ങനെ ആൽബിയുടെ മനസ്സിലേക്ക് തികട്ടി വന്നുകൊണ്ടിരുന്നു. അധിക നേരം ഇവിടെ നിന്നാൽ ശരിയാവില്ല, വേഗം പോകുന്നതാണ് നല്ലത്. ആൽബി തൻ്റെ കൂട്ടുകാരിൽ ഒരാളെ വിളിച്ച് പോകാമെന്ന് ചോദിച്ചു. അവനത് കേൾക്കാൻ തയ്യാറായി നിന്നിരുന്നത് പോലെ ബാക്കിയുള്ളവരെയും വിളിച്ച് തിരിച്ചു നടന്നു. അല്ല, ബാഗ് എടുക്കണ്ടേ? ബൈക്കിൽ കയറാൻ നേരമാണ് കൂട്ടത്തിൽ ഒരാൾക്ക് മുകളിലെ മുറിയിൽ ബാഗുകൾ വെച്ച കാര്യം ഓർമ്മ വന്നത്. ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ആൽബി വീടിനുള്ളിലേക്ക് തിരക്കിട്ടോടി. മുകളിലെ നിലയിൽ എത്തി ആൽബി ബാഗ് വെച്ചിരുന്ന മുറിയുടെ നേരെ നടന്നു. അതിൻ്റെ വാതിൽ തുറന്നായിരുന്നു കിടന്നിരുന്നത്. താഴേക്ക് പോകാൻ നേരം താനത് അടച്ചിരുന്നതാണ് എന്ന് ആൽബി ഓർമ്മിച്ചു. ഒരു പക്ഷേ വേറെ ആരെങ്കിലും വന്ന് തുറന്നതാവും. അവൻ വേഗം ബാഗ് എടുക്കാനായി നടന്നു. മുറിയുടെ അടുത്തെത്താറായപ്പോൾ മുറിക്കുള്ളിൽ ആരോ ഉള്ള പോലെ ആൽബിക്ക് തോന്നി. കട്ടിലിനരികിൽ ആരോ നിൽപ്പുണ്ട്. പാതി തുറന്നു കിടക്കുന്ന വാതിലിലൂടെ ആളുടെ നിഴൽ രൂപം കാണാം. താഴെ ഉമ്മറത്ത് ഒരു മനുഷ്യൻ്റെ ശവശരീരം കിടക്കുന്നു. മുകളിലെ നിലയിൽ താൻ അയാളുടെ വസ്തുവകകൾ അടങ്ങിയ മുറിക്ക് പുറത്ത് അജ്ഞാതനായ ഏതോ ഒരാളുടെ സാന്നിധ്യത്തിൽ നിൽക്കുന്നു. വല്ലാത്തൊരു ഭയം ആൽബിക്ക് അനുഭവപ്പെട്ടു. കൂട്ടിന് ആരെയെങ്കിലും കൂടി വിളിക്കേണ്ടതായിരുന്നു. അല്ല, എന്തിനാണ് പേടിക്കുന്നത്? ചിലപ്പോൾ അത് ബിനോയിയുടെ ബന്ധുക്കളാരെങ്കിലും ആയിരിക്കും. ആൽബി ഒന്നും അറിയാത്ത പോലെ വാതിൽ മുഴുവനായും തള്ളി തുറന്നു. അപ്പോഴാണ് അവൻ ശരിക്കും ഞെട്ടിയത്. മുറിക്കുള്ളിൽ ആരുമുണ്ടായിരുന്നില്ല. പക്ഷേ താൻ ആ നിഴൽ രൂപം ശരിക്കും കണ്ടതാണ്. മുറിക്കകത്തേക്ക് കയറാൻ ആൽബിക്ക് പേടി തോന്നി. അവൻ വാതിൽക്കൽ തന്നെ നിന്നുകൊണ്ട് മുന്നോട്ടാഞ്ഞ് കൈനീട്ടി കട്ടിലിൽ വിരിച്ചിരുന്ന ബെഡ്ഷീറ്റ് തനിക്കരികിലേക്ക് വലിച്ചടുപ്പിച്ചു. ബെഡ്ഷീറ്റിനൊപ്പം അവരുടെ ബാഗുകളും ആൽബിയുടെ കൈയകലത്തിലെത്തി. അവൻ വേഗം തൻ്റേതുൾപ്പെടെ എല്ലാവരുടെയും ബാഗുകൾ കയ്യിലെടുത്ത് താഴേക്കോടി. ആ സമയം മുറിയുടെ വാതിൽ തനിയെ അടയാൻ തുടങ്ങി. മുറിക്കുള്ളിൽ വീണ്ടും ആ നിഴൽ രൂപം ആൽബിയുടെ കണ്ണിൽ പതിഞ്ഞു. ജനാലയ്ക്ക് നേരെ തിരിഞ്ഞു നിന്നിരുന്ന ആ മനുഷ്യൻ്റെ കൂർത്ത മൂക്ക് ആൽബിയിൽ നടുക്കം സൃഷ്ടിച്ചു. ഗോവണി ഇറങ്ങാൻ തുടങ്ങിയ അവൻ്റെ കാലുകൾ അറിയാതെ തെന്നിപ്പോയി. ഗോവണിയുടെ കൈവരിയിൽ മുറുക്കി പിടിച്ചിരുന്നതുകൊണ്ട് മാത്രം വഴുതി വീഴാതെ ആൽബി രക്ഷപ്പെട്ടു. രണ്ടാമതൊന്നും മുകളിലേക്ക് നോക്കാൻ അവന് ധൈര്യം വന്നില്ല. ഭയം മൂലം കാലുകൾ നിലത്ത് ഉറയ്ക്കുന്നുമില്ല. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അവൻ താഴേക്കിറങ്ങി കൂട്ടുകാരുടെ അടുത്തെത്തി. നീ അവിടെ പോയി എന്തെടുക്കുകയായിരുന്നു? ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അക്ഷമനായി നിന്നിരുന്ന മിഥുൻ ചോദിച്ചു.
ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും അവരവരോട് ബാഗുകൾ നൽകിയ ശേഷം ആൽബി തൻ്റെ ബാഗ് തോളിലിട്ടു. ബാഗിന് അല്പം കനം കൂടുതലുള്ള പോലെ അവൻ അനുഭവപ്പെട്ടു. ചെരുപ്പ് ബാഗിലെടുത്തു വെച്ച കാര്യം അപ്പോഴാണ് അവൻ ഓർത്തത്. നീ എന്താലോചിച്ച് നിൽക്കുകയാ, വേഗം കയറ്, പോകാം. അക്ഷമയോടെ ആക്സിലേറ്റർ തിരിച്ചുകൊണ്ട് എന്തോ ചിന്തിച്ച് നിൽക്കുന്ന ആൽബിയെ മിഥുൻ വിളിച്ചു. ആൽബി വേഗം ബൈക്കിൻ്റെ പുറകിൽ കയറി. വണ്ടി മൺവഴിയിലൂടെ കുതിച്ചു പാഞ്ഞു. എന്തു മനുഷ്യനാണിത്, കണ്ടിട്ട് പേടിയാവുന്നു, ബൈക്ക് ഓടിച്ചുകൊണ്ടിരുന്ന മിഥുൻ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും അയാളുടെ മുഖം കണ്ടപ്പോൾ അത് തന്നെയാണ് തോന്നിയത്. അതുകൊണ്ടുകൂടിയായിരിക്കണം താൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ വേറെയൊന്നും പറയാതെ എല്ലാവരും വേഗം തയ്യാറായത്. എങ്കിലും ആൽബി മിഥുൻ്റെ അഭിപ്രായത്തിന് മറുപടിയൊന്നും പറഞ്ഞില്ല. വൈകുന്നേരത്തോടെ തിരികെ വീട്ടിലെത്തിയ ആൽബി ബാഗ് കട്ടിലിൻ്റെ ഒരു മൂലയിലിട്ടു. നാളെ ഞായറാഴ്ച, തിങ്കളാഴ്ച കോളേജിൽ കലോത്സവം തുടങ്ങും. അതുകൊണ്ട് കുറച്ച് ദിവസം അടുപ്പിച്ച് അവധിയാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിൽ ആൽബി കട്ടിലിൽ മലർന്നു കിടന്നു. ആ കിടന്ന കിടപ്പിൽ അവൻ ഉറങ്ങിപ്പോയി. പിന്നീട് എപ്പോഴോ ഒരു ദുസ്വപ്നം കണ്ട് അവൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയെഴുന്നേറ്റു. മുറിക്കുള്ളിൽ കനത്ത ഇരുട്ട്. രാത്രിയായിരിക്കുന്നു എന്ന് അപ്പോഴാണ് ആൽബി തിരിച്ചറിഞ്ഞത്. എന്തൊരു ഉറക്കമാണ് താൻ ഉറങ്ങിയത്. ഫോൺ തപ്പിക്കണ്ടെത്തി അവൻ സമയം നോക്കി. പുലർച്ചെ 2 മണി. ആൽബി കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ബാഗ് എടുത്ത് ഷെൽഫിൽ വെച്ചു. എന്നിട്ട് വസ്ത്രം മാറി കുറച്ച് വെള്ളവും കുടിച്ച് വീണ്ടും ഉറങ്ങാനായി കിടന്നു. അപ്പോഴും പകൽ കണ്ട ആ മനുഷ്യൻ്റെ മുഖം ആൽബിയുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. അതവൻ്റെ ഉറക്കം കെടുത്തി. കുറേ നേരം കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വരാതായപ്പോൾ അവൻ എഴുന്നേറ്റ് ഫോണെടുത്ത് പകുതി കണ്ടുവച്ചിരുന്ന ഒരു സിനിമയുടെ ബാക്കിയിരുന്ന് കാണാൻ തുടങ്ങി. സിനിമ തീരുന്നതിനു മുന്നേ ആൽബി കസാരയിലിരുന്ന് ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം രാവിലെ ആൽബി ബാഗിൽ നിന്നും ചെരുപ്പെടുത്ത് വീട്ടിലെ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചു. വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും സൂക്ഷിക്കുന്നത് അവിടെയാണ്. അന്ന് പകൽ ഏതാണ്ട് ഒരു 11 മണിയായപ്പോൾ മിഥുൻ ഫോണിൽ വിളിച്ച് വൈകുന്നേരം സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. വീട്ടിലിരുന്ന് മുഷിച്ചിൽ തോന്നി തുടങ്ങിയിരുന്നതുകൊണ്ട് വരാമെന്ന് മറ്റൊന്നും ചിന്തിക്കാതെ ആൽബി പറഞ്ഞു. ആ സമയം ആൽബിയുടെ അമ്മ സീനയും ചേട്ടൻ അബിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. നീ എവിടെ പോകുന്ന കാര്യം ആ ഫോണിൽ പറഞ്ഞത്? കോൾ കട്ടായി കഴിഞ്ഞ ഉടനെ ആൽബിയുടെ അമ്മ സീന ചോദിച്ചു. വൈകുന്നേരം സിനിമയ്ക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്തേ എന്ന ഭാവത്തിൽ ആൽബി അമ്മയെ നോക്കി. ഞാൻ വൈകുന്നേരം ചെറിയച്ഛൻ്റെ വീട്ടിലേക്ക് പോവുക. നാളെ രാവിലെയേ വരൂ. നിങ്ങളെ രണ്ടിനെയും വിളിച്ചിട്ട് കാര്യമില്ലല്ലോ, വരത്തില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കങ്ങ് പോകാമെന്ന് വെച്ചു. സീന അടുക്കളയിലേക്ക് തിരിഞ്ഞു നടന്നുകൊണ്ട് ചെറിയ നീരസത്തോടെ പറഞ്ഞു. ഞാനൊന്നും വരുന്നില്ല, ചുമ്മാ എന്തിനാണ്? ഫോണും കുത്തിപ്പിടിച്ച് ആൽബി പിറുവിറുത്തു. അതിന് ഞാൻ വിളിച്ചില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കങ്ങ് പൊക്കോളാം, അടുക്കളയിൽ നിന്നുകൊണ്ട് സീന ഉറക്കെ പറഞ്ഞു. ആ എന്തേലും ചെയ്യേ. ആൽബി തല ചൊറിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ മിഥുൻ ഫോൺ ചെയ്ത് താൻ ഉടനെ എത്തുമെന്ന് പറഞ്ഞു. ആൽബി വേഗം വസ്ത്രം മാറി പോകാൻ തയ്യാറായി നിന്നു. ചെരുപ്പ് കൂടി ഒന്ന് കഴുകിയേക്കാമെന്ന് കരുതി അവൻ പുറത്തേക്ക് ചെന്നു. നോക്കിയപ്പോൾ അവിടെ ചെരുപ്പ് കാണുന്നില്ല. പിന്നെ അതന്വേഷിച്ച് പറമ്പിന് ചുറ്റും നടന്നു. അപ്പോഴാണ് ചെരുപ്പ് പട്ടികടിച്ച് പൊട്ടിച്ച് ഒരു മൂലയിൽ കൊണ്ടിട്ടിരിക്കുന്നത് അവൻ കണ്ടത്. കോപ്പ്, ഈ നശിച്ച പട്ടികൾ കാരണം ചെരുപ്പ് പോലും പുറത്തിടാൻ പറ്റാത്ത അവസ്ഥയാണ്. ആൽബി അരിശത്തോടെ പിറുപിറുത്തുകൊണ്ട് തിരികെ വീട്ടിലേക്ക് നടന്നു. ഒന്നും മിണ്ടാതെ ചേട്ടൻ്റെ ചെരുപ്പും ഇട്ടങ്ങ് പോയാലോ എന്ന് ആദ്യം ആലോചിച്ചതാണ്. അപ്പോഴാണ് താൻ കഴിഞ്ഞ ദിവസം സ്റ്റോർ റൂമിലെടുത്തു വെച്ച തുകൽ ചെരുപ്പിൻ്റെ കാര്യം അവന് ഓർമ്മ വന്നത്. ആൽബി വേഗം സ്റ്റോർ റൂമിലേക്ക് ചെന്ന് ബോക്സ് തുറന്ന് ചെരുപ്പെടുത്ത് കയ്യിൽ പിടിച്ച് തിരിച്ചും മറിച്ചും നോക്കി. ചെമ്മരിയാടിൻ്റെയോ മറ്റോ തുകൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നല്ല വിലപിടിപ്പുള്ളതാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. അവൻ ചെരുപ്പ് കാലിലിട്ട് നോക്കി. ചെറുതായി ലൂസാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, ഇട്ട് നടക്കാവുന്നതേയുള്ളൂ. സ്റ്റോർ റൂമിൽ നിൽക്കുമ്പോൾ പുറത്ത് ബൈക്കിൻ്റെ ഹോണടി ശബ്ദം കേട്ടു. പുറത്തേക്കെത്തി നോക്കിയപ്പോൾ മിഥുൻ ബൈക്കിൽ റോഡരികിൽ കാത്തു നിൽക്കുന്നതാണ് കണ്ടത്. അവനെ കണ്ടയുടനെ ഞാൻ സിനിമയ്ക്ക് പോവുകയാണ്, വരാൻ വൈകുമെന്ന് പറഞ്ഞ് മറുപടിക്ക് കാത്തു നിൽക്കാതെ ആൽബി പുറത്തേക്ക് ഓടിച്ചെന്ന് ബൈക്കിൽ കയറി. ആൽബി ഇരുന്ന പാടെ മിഥുൻ ബൈക്ക് മുന്നോട്ടെടുത്തു. പുറകോട്ടാഞ്ഞു പോയ ആൽബി വീഴാതിരിക്കാൻ മിഥുൻ്റെ തോളിൽ മുറുകെ പിടിച്ചു. ഏത് സിനിമയ്ക്കാണ് പോകുന്നത്? ബൈക്കിൻ്റെ പുറകിലിരുന്ന് ആൽബി ചോദിച്ചു. ആ ടിക്കറ്റ് കിട്ടുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിന് കയറാം, മിഥുൻ തല പുറകോട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ കുറേ നേരത്തേക്ക് അവർ ഒന്നും സംസാരിച്ചില്ല. ഉച്ച സമയമായിരുന്നതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. കാലിൽ കിടന്ന് ചെരുപ്പ് വലിഞ്ഞു മുറുകുന്നത് പോലെ. ചിലപ്പോൾ വെയിലിൻ്റെ ചൂട് കാരണമായിരിക്കുമെന്ന് കരുതി ആൽബി അത് ശ്രദ്ധിക്കാതെ വിട്ടു. മിഥുൻ ടൗണിലുള്ള ഒരു ഷോപ്പിംഗ് മാളിലേക്ക് ബൈക്ക് തിരിച്ചു. നീ പോയി ടിക്കറ്റ് കിട്ടുമോ എന്ന് നോക്ക്, ഞാനിവിടെ നിൽക്കാം, ആൽബി പറഞ്ഞു. മാളിലെ തിയേറ്ററിൽ നിന്നും ഏതോ ഒരു തെലുങ്ക് പടത്തിൻ്റെ ടിക്കറ്റും എടുത്ത് മിഥുൻ തിരികെ വന്നു. തിയേറ്ററിൽ ഇരിക്കുന്ന സമയം മുഴുവൻ കാലിൽ ആരോ പിടിച്ച് ഞെരിക്കുന്ന പോലെ ആൽബിക്ക് തോന്നുന്നുണ്ടായിരുന്നു.
സിനിമ നല്ല രസമുണ്ടായിരുന്നതുകൊണ്ട് അവൻ ചെരുപ്പൂരിയിട്ട് കാലുകൾ സീറ്റിൽ കയറ്റി വെച്ചിരുന്ന് സിനിമ കണ്ടു. പിന്നെ സിനിമ തീരാൻ നേരമാണ് വീണ്ടും ചെരുപ്പിട്ടത്. അപ്പോഴും കാലിൽ ഞെരുക്കം അനുഭവപ്പെട്ടു. ഇത്തവണയും ആൽബി അത് അവഗണിച്ചു. തിയേറ്ററിൽ നിന്നും ഇറങ്ങിയ ശേഷം അവർ അടുത്തുള്ള തട്ടുകടയിൽ പോയി ദോശയും ഓംലെറ്റും കഴിച്ചു. അവിടെ ഇരിക്കുമ്പോൾ കാലിലെ ഞെരുക്കം മൂലം വേദന അനുഭവപ്പെടാൻ തുടങ്ങി. പക്ഷേ അവനത് പുറത്ത് കാണിച്ചില്ല. താൻ ഇട്ടിരിക്കുന്ന ചെരുപ്പെങ്ങാനും മിഥുൻ തിരിച്ചറിഞ്ഞാൽ ആകെ പ്രശ്നമാകും. വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ വേറെയൊന്നും ചിന്തിക്കാതെ ഒരാവേശത്തിന് ഇതും ഇട്ടങ്ങ് പോന്നു. 1-2 മാസം എടുത്തു വെച്ച ശേഷം ഇട്ടാൽ മതിയെന്ന് തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ആ നേരത്താണ് പഴയ ചെരുപ്പ് പട്ടി കടിച്ചു പൊട്ടിച്ചത്. എന്തെങ്കിലും ആവട്ടെ, കാലിലേക്ക് നോക്കാനേ നിൽക്കണ്ട എന്ന് തീരുമാനിച്ച് ആൽബി മിണ്ടാതിരുന്ന് വേദനയും സഹിച്ച് ദോശ കഴിച്ചു. ഭക്ഷണശേഷം അവർ യാത്ര തിരിച്ചു. മിഥുൻ ആൽബിയെ അവൻ്റെ വീടിന് മുന്നിൽ ഇറക്കുമ്പോൾ സമയം രാത്രി 10 കഴിഞ്ഞിരുന്നു. വീട്ടിലെ ലൈറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് ചെന്ന് ആൽബി പുറത്തെ ലൈറ്റ് ഓൺ ചെയ്തു. നോക്കിയപ്പോൾ ചേട്ടൻ്റെ ബൈക്ക് കാണുന്നില്ല. ഇവനിതെവിടെ പോയി? പുറത്തൊന്നും പോകുന്ന കാര്യം പറഞ്ഞിരുന്നില്ലല്ലോ, ആൽബി ചിന്തിച്ചു. ആൽബി നേരെ ചെന്ന് വാതിൽ തുറക്കാൻ നോക്കി. അപ്പോഴാണ് വാതിൽ താക്കോലിട്ട് പൂട്ടിയിട്ടില്ല എന്ന കാര്യം അവൻ ശ്രദ്ധിച്ചത്. വാതിൽ പോലും പൂട്ടാതെയാണോ രണ്ടുപേരും പുറത്തുപോയത്? ആൽബി ചെരുപ്പൂരി അകത്തേക്ക് കടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ചെരുപ്പ് പുറത്തിട്ടാൽ അതും പട്ടി കടിച്ച് പൊട്ടിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവന് തോന്നിയത്. അതുകൊണ്ട് ചെരുപ്പൂരാൻ നിൽക്കാതെ ആൽബി വാതിൽ തുറന്ന് അകത്ത് കയറി ലൈറ്റിട്ടു. കാലിൽ ഇപ്പോഴും നല്ല വേദനയുണ്ട്. ചിലപ്പോൾ ഇതുപോലെയുള്ള ലെതർ ചെരുപ്പുകളിട്ട് ശീലമില്ലാത്തത് കൊണ്ടായിരിക്കുമെന്ന് കരുതി അവൻ തൻ്റെ മുറിയിലേക്ക് നടന്നു. വല്ലാത്ത ചൂട്, ഒന്ന് കുളിക്കണം. തിയേറ്ററിൽ വെച്ച് ഓൺ ചെയ്തിരുന്ന ഫ്ലൈറ്റ് മോഡ് ഓഫ് ചെയ്ത് ഫോൺ ടേബിളിൽ വെച്ച് ചെരുപ്പ് മുറിയിൽ ഒരു മൂലയിൽ മൂരിയിട്ട് ആൽബി നേരെ ബാത്റൂമിലേക്ക് കയറി. കുളിക്കുന്നതിനിടയിൽ കാലുകളിൽ ചൂടുവെള്ളം അല്പാൽപമായി ഒഴിച്ചു കൊടുത്തപ്പോൾ വേദനയ്ക്ക് നല്ല ആശ്വാസം തോന്നി. കുളി കഴിഞ്ഞ ശേഷം വസ്ത്രം മാറി ആൽബി ഒരിക്കൽ കൂടി തുകൽ ചെരുപ്പ് ഇട്ട് നോക്കി. ആദ്യമായി ഇട്ട് നോക്കിയപ്പോൾ ഉണ്ടായിരുന്ന അത്ര ഇറുക്കമേ ഇപ്പോൾ അതിനുള്ളൂ. എന്നുവെച്ചാൽ അല്പം അയഞ്ഞ അവസ്ഥ. ചെരുപ്പിട്ട് നിന്ന് ആൽബി തൻ്റെ കാൽവിരലുകൾ ഒന്ന് ചലിപ്പിച്ചു നോക്കി. അവ സ്വതന്ത്രമായി ചലിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അല്പം മുമ്പ് വരെ ചെരുപ്പിനുള്ളിൽ അവ കൂട്ടിക്കെട്ടിയ പോലത്തെ സ്ഥിതിയായിരുന്നു. അവിടെ തൻ്റെ മുറിക്കുള്ളിൽ അങ്ങനെ നിൽക്കുമ്പോൾ സ്റ്റോർ റൂമിൽ ആരുടെയോ നിഴലനക്കം കണ്ട് ആൽബി ഞെട്ടിത്തരിച്ചു. ഓ, നീയായിരുന്നോ? ഇതിനുള്ളിൽ എപ്പോൾ വന്ന് കയറി? സ്റ്റോർ റൂമിലെ ഇരുട്ടിൽ എന്തോ നോക്കി നിൽക്കുന്ന തൻ്റെ സഹോദരനോട് ആൽബി ചോദിച്ചു. പക്ഷേ അതിനയാൾ മറുപടി പറഞ്ഞില്ല. അമ്മ ഇനി നാളെയല്ലേ വരൂ? ഞാൻ രാവിലെ തന്നെ പുറത്തു പോകും. അമ്മ വരുമ്പോൾ നീ പറഞ്ഞാൽ മതി. ആൽബി ഫോണും എടുത്ത് കസാരയിലിരുന്നു. ആ സമയം ആൽബിയുടെ ഫോണിലേക്ക് അവൻ്റെ സഹോദരൻ്റെ നമ്പറിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു. എന്താടാ? ആൽബി സ്റ്റോർ റൂമിലേക്ക് നോക്കി വിളിച്ചു ചോദിച്ചു. ഇത്തവണയും മറുപടി വന്നില്ല. വീണ്ടും ഒരു തവണ കൂടി ചോദിച്ചിട്ടും സഹോദരൻ്റെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും വരാഞ്ഞതുകൊണ്ട് ആൽബി കോൾ അറ്റൻഡ് ചെയ്തു. എടാ, ഞാൻ അമ്മയുടെ കൂടെ ഇളയച്ചൻ്റെ വീട്ടിലേക്ക് പോന്നു. നിന്നെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. മറുതലയ്ക്കൽ നിന്നും തൻ്റെ സഹോദരൻ്റെ ശബ്ദം കേട്ട് ആൽബിയുടെ കയ്യിൽ നിന്നും അറിയാതെ ഫോൺ ഊർന്ന് താഴെ വീണു. അവൻ കസാരയിൽ നിന്നും എഴുന്നേറ്റു. അപ്പോൾ അതാരാണ്? ഇനി വല്ല കള്ളന്മാരുമായിരിക്കുമോ? ആരാ? ആൽബി വിറയാർന്ന ശബ്ദത്തിൽ സ്റ്റോർ റൂമിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ സമയം ആ നിഴൽ രൂപം തല ഒരൽപ്പം ചെരിച്ചു. ജനാലയ്ക്കുള്ളിലൂടെ അരിച്ചെത്തിയിരുന്ന സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മങ്ങിയ പ്രകാശത്തിൽ ആൽബി അയാളുടെ മുഖം അവ്യക്തമായി കണ്ടു. ആദ്യം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അയാളുടെ കൂർത്ത മൂക്കായിരുന്നു. ആൽബിയുടെ നട്ടെല്ലിലൂടെ ഒരു തരിപ്പ് കടന്നുപോയി. ഒന്നുറക്കെ നിലവിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഭയം മൂലം തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തു വന്നില്ല. ഉടനെ ആ നിഴൽ രൂപം ആൽബിയുടെ നേരെ നടക്കാൻ തുടങ്ങി. അത് കണ്ടതും അവൻ നേരെ ഹാളിലേക്കോടി പുറത്തേക്കുള്ള വാതിൽ തുറന്നു. ആ സമയം അയാൾ തൻ്റെ തൊട്ടുപുറകിൽ നിൽക്കുന്നത് ആൽബി അറിഞ്ഞു. വാതിൽ തുറന്ന അവൻ നേരെ ഗേറ്റിനടുത്തേക്കോടി. ഉടനെ വീട്ടിലെ ലൈറ്റുകളെല്ലാം തനിയെ അണഞ്ഞു. ആ പരിസരമാകെ ഇരുട്ടിൽ മുങ്ങി. ഗേറ്റിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് അതാരോ താഴിട്ട് പൂട്ടിയിരിക്കുകയാണ് എന്ന് ആൽബിക്ക് മനസ്സിലായത്. ഇനി പുറത്തു കടക്കണമെങ്കിൽ ഒന്നുകിൽ പിൻവശത്തെ ചെറിയ ഗേറ്റിനടുത്തേക്ക് പോകണം, അല്ലെങ്കിൽ മതിൽ ചാടണം. എന്നാൽ മതിൽ ചാടാൻ അല്പം പ്രയാസമാണ്. പഴയ മതിൽക്കെട്ടായിരുന്നതുകൊണ്ട് കള്ളന്മാർ കയറാതിരിക്കാനായി മതിലിന് മുകളിൽ എല്ലാ വശത്തും കുപ്പിച്ചില്ലുകൾ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുറകുവശത്തേക്ക് പോകണമെങ്കിൽ അവിടെയും ഇരുട്ടായിരിക്കും. മതിൽ ചാടുന്നതാണ് അതിലും എളുപ്പം. ഒട്ടും സമയം കളയാതെ ആൽബി ഗേറ്റിനോട് ചേർന്നുള്ള ഭാഗത്ത് ചെന്ന് കുപ്പിച്ചില്ലുകളിൽ കൈതട്ടാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് അള്ളിപ്പിടിച്ച് മതിലിൽ കയറി. മുന്നിലുള്ളതൊന്നും കാണാൻ കഴിയുന്നില്ലായിരുന്നെങ്കിലും താൻ സ്ഥിരം പോകുന്ന വഴിയായിരുന്നതുകൊണ്ട് ഒരു ഊഹം വെച്ച് അവൻ താഴേക്ക് എടുത്തു ചാടി. ആ നിമിഷം ആരോ ആൽബിയുടെ ഇടതുകാലിൽ പിടിച്ച് പുറകോട്ട് വലിച്ചു. അതോടെ നിലതെറ്റി ആൽബി കമഴ്ന്നടിച്ച് മതിലിനപ്പുറത്തേക്ക് വീണു.
വീഴ്ചയിൽ ഇടതുകാൽ മതിലിനു മുകളിൽ ഉറപ്പിച്ചു വെച്ചിരുന്ന കുപ്പിച്ചിലുകളിൽ ഒന്നിൽ തറച്ച് കാൽപാദത്തിൻ്റെ മുകളിൽ ആഴത്തിൽ മുറിവുണ്ടായി. നിലത്തേക്ക് വീണ ആൽബിക്ക് ദേഹം മുഴുവൻ മരവിച്ച പോലെ തോന്നിച്ചു. അതുകൊണ്ട് തന്നെ അവന് കുറച്ചു നേരത്തേക്ക് ശാരീരികമായ സംവേദനങ്ങൾ ഒന്നും തന്നെ അനുഭവപ്പെട്ടില്ല. അക്കാരണത്താൽ തന്നെ അവൻ വേഗം നിലത്തു നിന്നും എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചു. പക്ഷേ ഇടതുകാൽ എന്തുകൊണ്ടോ അവൻ്റെ ആജ്ഞ അനുസരിക്കാൻ വിമുഖത കാണിച്ചു. ഒരുപക്ഷെ വീഴ്ചയിൽ കാൽ ഉളുക്കി കാണുമെന്ന് കരുതി ആൽബി കാൽ വലിച്ചിഴച്ച് മുന്നോട്ട് നീങ്ങി. ആ സമയം ഗേറ്റിനപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു നിഴൽ രൂപം തന്നെ നിരീക്ഷിക്കുന്നത് അവൻ കണ്ടു. ആൽബി വെപ്രാളത്തോടെ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആവും വിധം വേഗത്തിൽ നടന്നു. ഗേറ്റും മതിൽക്കെട്ടും കാഴ്ചയുടെ പരിധിയിൽ നിന്നും അകന്നു കഴിഞ്ഞപ്പോൾ ആൽബിക്ക് ഉള്ളിൽ സമാധാനം തോന്നി. പക്ഷേ അപ്പോഴും നേരെ ചൊവ്വേ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാൽ ചെരുപ്പിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ കാലിൽ നേർത്ത നനവ് അനുഭവപ്പെടുന്നു. കുറച്ചുകൂടി മുന്നോട്ട് നടന്ന ആൽബി അല്പം അകലെയായുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ തൻ്റെ കാലിൽ നിന്നും രക്തമൊഴുകുന്നത് കണ്ടു. അപ്പോഴാണ് കാലിൽ മുറിവുണ്ടായ കാര്യം അവൻ അറിഞ്ഞത്. പക്ഷേ കാലിൽ ഇപ്പോഴും നല്ല തരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വേദന അനുഭവപ്പെടുന്നില്ല. കുറച്ചുകൂടി മുന്നോട്ട് നടക്കാമെന്ന് കരുതി ഒരു ചുവട് മുന്നോട്ട് വെച്ച ആൽബി മുറിവിൽ നിന്നും രക്തം കുതിച്ചൊഴുകുന്നത് കണ്ട് പരിഭ്രാന്തനായി. കാൽ ഒന്നനക്കാൻ ശ്രമിക്കുമ്പോൾ പോലും രക്തം തെറിക്കുകയാണ്. സഹായത്തിനായി ആരെയെങ്കിലും വിളിക്കാമെന്ന് കരുതിയാൽ ഫോണും കയ്യിലില്ല. വല്ലാത്തൊരു നിസ്സഹായതാബോധം ആൽബിക്ക് അനുഭവപ്പെട്ടു. എന്തു ചെയ്യണം? ആരെങ്കിലും ഇതുവഴി വരുന്നതുവരെ ഇവിടെ നിന്നാലോ? പക്ഷേ എത്ര നേരം നിൽക്കാൻ കഴിയുമെന്ന് ഒരു ഉറപ്പുമില്ല. രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണ്. കാൽകുത്തി നിൽക്കുന്ന ഭാഗത്തിനു ചുറ്റും ഇപ്പോൾ തന്നെ രക്തം തളം കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്ര വലിയ ദൈവവിശ്വാസിയൊന്നുമായിരുന്നില്ലെങ്കിലും ആ സമയം ആരെങ്കിലും അതുവഴി വേഗം വരണേ എന്ന് ആൽബി പ്രാർത്ഥിച്ചു. ഇടയ്ക്കിടെ പ്രാർത്ഥിച്ച് തന്നെ ബുദ്ധിമുട്ടിക്കാത്തവൻ്റെ പ്രാർത്ഥന ദൈവം പെട്ടെന്ന് കേൾക്കുമെന്ന് ആരോ പറഞ്ഞതുപോലെ ആ സമയം ഒരു ബൈക്കുകാരൻ അതുവഴി വന്നു. ആൽബി റോഡിലേക്ക് അല്പമാഞ്ഞ് ബൈക്കിന് കൈ കാണിച്ചു. അയാൾ ആൽബിയുടെ അരികിലേക്ക് വണ്ടി ഒതുക്കി നിർത്തി. ചേട്ടാ, എന്നെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാമോ? കാലിലെ മുറിവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആൽബി ചോദിച്ചു. അത് കണ്ടതും വേഗം വണ്ടിയിൽ കയറാൻ അയാൾ പറഞ്ഞു. ആശുപത്രിയിലെത്തുമ്പോൾ ആൽബി ഏതാണ്ട് അർദ്ധബോധാവസ്ഥയിലായിരുന്നു. കാഷ്വാലിറ്റിയിലെ കട്ടിലിൽ കിടന്നുകൊണ്ട് ആൽബി വലതുകാലിലെ ചെരുപ്പ് സ്വയം ഊരി താഴേക്കിട്ടു. പക്ഷേ മുറിവുണ്ടായ ഇടതുകാലിലെ ചെരുപ്പ് രക്തത്തിൽ കുതിർന്ന് പാദത്തോട് ഒട്ടിപ്പിടിച്ചു തുടങ്ങിയിരുന്നു. മുറിവ് കഴുകാൻ ഉപയോഗിക്കുന്ന ആൻറ്റിസെപ്റ്റിക്സ് ഉപയോഗിച്ച് നനച്ച് നഴ്സുമാർ ചെരുപ്പ് ഊരിയെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ ചെരുപ്പ് മുറിവുള്ള ഭാഗത്ത് നല്ലപോലെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൽബി വേദന കൊണ്ട് പുളഞ്ഞുപോയി. അതോടെ നഴ്സുമാർ കുറച്ചുകൂടി ആൻറ്റിസെപ്റ്റിക്സ് ഒഴിച്ച് മുറിവ് നനച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ മുറിവിൽ നിന്നും സ്വയം വേർപെട്ട് തുടങ്ങിയ ചെരുപ്പ് അവർ പതിയെ കാലിൽ നിന്നും ഇളക്കിയെടുത്തു. ചെരുപ്പിലെ തുകലിൽ വലിയൊരു വിടവ് ആൽബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ഭാഗത്തു കൂടിയായിരിക്കണം കാലിൽ കുപ്പിച്ചില് തുളച്ചു കയറിയത്. അവൻ ചിന്തിച്ചു. ചെരുപ്പ് ഒരു വശത്തേക്ക് മാറ്റിവെച്ച ശേഷം മുറിവിനുള്ളിൽ നിന്നും കൂർത്ത കുപ്പിച്ചില്ലിൻ്റെ ഒരു കഷ്ണം ഒരു നേഴ്സ് പുറത്തെടുത്ത് ട്രേയിലിട്ടു. അതിനുശേഷം ഒരിക്കൽ കൂടി അവർ മുറിവ് കഴുകി. കണ്ണടച്ച് കിടന്നോളൂ, സ്റ്റിച്ചിടാൻ പോവുകയാണ്, നല്ല വേദനയുണ്ടാവും, നഴ്സുമാരിൽ ഒരാൾ പറഞ്ഞു. സ്റ്റിച്ചിടാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ വേദനയോട് മല്ലിട്ട് അവൻ തല ഒരു വശത്തേക്ക് ചെരിച്ച് പല്ലുകൾ കടിച്ച് കണ്ണുകൾ ഇറുക്കിയടച്ചു കിടന്നു. കുറച്ചധികം നേരം വേണ്ടി വന്നു സ്റ്റിച്ചിട്ട് കഴിയാൻ. പിന്നീട് ആൽബി തനിക്ക് കാണാതെ അറിയാവുന്ന 2 നമ്പറുകൾ ആശുപത്രി സ്റ്റാഫിന് നൽകി. അതിൽ ഒന്ന് അവൻ്റെ സുഹൃത്ത് മിഥുൻ്റേതായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മിഥുൻ ആശുപത്രിയിലെത്തി. കാലിൽ തുന്നലിട്ട് കിടക്കുന്ന ആൽബിയെ കണ്ട് എന്താടാ പറ്റിയത് എന്ന് പരിഭ്രമത്തോടെ മിഥുൻ ചോദിച്ചു. എന്താണ് മറ്റുള്ളവരോട് പറയേണ്ട മറുപടിയെന്ന് ആ ചോദ്യം കേൾക്കുന്നതുവരെ ആൽബി ചിന്തിച്ചിരുന്നില്ല. അതുവരെ അവൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നത് അവൻ വീടിനുള്ളിൽ വെച്ച് കണ്ട കാഴ്ചയായിരുന്നു. കാലിൽ കുപ്പിച്ചില് കയറി കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് ആൽബി പറഞ്ഞു. എങ്ങനെ? ആൽബിക്കരികിൽ നിന്നുകൊണ്ട് മിഥുൻ സംശയം മാറാതെ ചോദിച്ചു. പോകും വഴി പറയാമെന്ന് പറഞ്ഞ് ആൽബി തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു മാറി. എന്നാൽ ഞാൻ പോയി ബില്ലടച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് മിഥുൻ ക്യാഷ് കൗണ്ടറിലേക്ക് പോയി. അല്പസമയത്തിനകം അവൻ തിരികെ എത്തുകയും ചെയ്തു. നിനക്ക് ബൈക്കിലിരിക്കാൻ പറ്റുമോ? ആൽബിയുടെ കാലിലെ വലിയ കെട്ട് നോക്കിക്കൊണ്ട് മിഥുൻ ചോദിച്ചു. ഏയ്, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇരുന്നോളാം, ആൽബി പറഞ്ഞു. കുറച്ചു നേരത്തേക്ക് കാൽ താഴ്ത്തി വെക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. ബ്ലീഡിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അകത്ത് ട്രേകളും മറ്റും ഒതുക്കി വെച്ചുകൊണ്ടിരുന്ന നേഴ്സ് മുന്നറിയിപ്പ് നൽകി. അത് സാരമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, എന്തിനേയും എതിർക്കുന്ന ആൽബി അവർ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ പറഞ്ഞു. സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, ഞാൻ പറയേണ്ടത് പറഞ്ഞു. ആൽബിയുടെ വാക്കുകളിലെ ധാർഷ്ട്യം മനസ്സിലാക്കിയ അവർ അല്പം ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് 2 കവറുകൾ മിഥുൻ്റെ കയ്യിലേൽപ്പിച്ചു. അതിലൊന്നിൽ ആൽബിക്ക് കഴിക്കാനുള്ള മരുന്നുകളും മറ്റൊന്നിൽ അവൻ ധരിച്ചിരുന്ന ചെരുപ്പുകളുമായിരുന്നു. ബൈക്ക് പാർക്ക് ചെയ്തിരുന്നിടം വരെ മിഥുനും അറ്റൻഡറും ചേർന്ന് ആൽബിയെ വീൽ ചെയറിൽ ഇരുത്തി കൊണ്ടുപോയി.
അവിടെ വെച്ച് ബൈക്കിൽ കയറിയിരുന്ന മിഥുൻ്റെ പുറകിൽ അറ്റൻഡറും ആശുപത്രി സെക്യൂരിറ്റിയും ചേർന്ന് ആൽബിയെ താങ്ങിയെടുത്തിരുത്തി. നഴ്സ് നൽകിയ കവറുകൾ ബൈക്കിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ മുകളിൽ വെച്ച് മിഥുൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എടാ എന്താ പറ്റിയത്? വണ്ടി ഓടിക്കുന്നതിനിടയിൽ മിഥുൻ നേരത്തെ ചോദിച്ച ചോദ്യം ആവർത്തിച്ചു. വീട്ടിലാരുമില്ല, എന്നെ ഇളയച്ചൻ്റെ വീട്ടിലാക്കിയാൽ മതി, ആൽബി ഒഴിഞ്ഞു മാറാനായി പറഞ്ഞു. ഓ അത് ശരി, അപ്പോൾ പുറത്തു പറയാൻ പറ്റാത്ത കാര്യത്തിന് കിട്ടിയ പണിയാണല്ലേ, മിഥുൻ നേർത്ത പരിഹാസ ചൂയോടെ പറഞ്ഞു. എടാ അതല്ല, ആൽബി എന്തോ പറയാൻ ശ്രമിച്ചു. വേണ്ട നീ പറയണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, ആൽബിയെ പറയാൻ അനുവദിക്കാതെ മിഥുൻ തടഞ്ഞു. നേരത്തെ നീ എന്നെ വീട്ടിലാക്കി പോയ സമയത്ത് വീടിനുള്ളിൽ ഒരാളുണ്ടായിരുന്നു. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ആൽബി പറഞ്ഞു. ആര്? ആൽബി പറഞ്ഞത് കേട്ട് ആകാംക്ഷയോടെ ബൈക്കിൻ്റെ വേഗത അല്പം കുറച്ചുകൊണ്ട് മിഥുൻ ചോദിച്ചു. എന്തു പറയണമെന്നറിയാതെ ആൽബി കുറച്ചു നേരത്തേക്ക് എന്തോ ചിന്തകളിൽ മുഴുകി. എടാ ആരാന്ന്? ആൽബി ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ട മിഥുൻ വീണ്ടും ചോദിച്ചു. എനിക്ക് വട്ടാണെന്ന് നീ പറയരുത്, മുൻകൂർ ജാമ്യം എടുക്കുന്ന മട്ടിൽ ആൽബി പറഞ്ഞു. ഇല്ല നീ പറ, മിഥുൻ ആൽബിയെ പറയാൻ പ്രേരിപ്പിച്ചു. ബിനോയിയുടെ വല്യച്ഛൻ. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ആൽബി പറഞ്ഞു. ഏത് കുറച്ചു ദിവസം മുമ്പ് മരിച്ചുപോയ ആ ഡ്രാക്കുളയോ? മിഥുൻ കൗതുകത്തോടെ ചോദിച്ചു. അയാൾ തന്നെ. വീട്ടിലെത്തി കുളി കഴിഞ്ഞ ശേഷം നോക്കുമ്പോൾ സ്റ്റോർ റൂമിൽ ഒരാളുടെ നിഴൽ കണ്ടു. ആദ്യം ഞാൻ കരുതിയത് എൻ്റെ ചേട്ടനായിരിക്കുമെന്നാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ ഫോൺ വന്നു. അവൻ അമ്മയോടൊപ്പം ഇളയച്ചൻ്റെ വീട്ടിലേക്ക് പോയെന്നും പറഞ്ഞ് നേർത്ത ഭയപ്പാടോടെ ആൽബി പറഞ്ഞു. എന്നിട്ട്? ബൈക്ക് ഓടിച്ചുകൊണ്ടിരുന്ന മിഥുൻ തലചരിച്ചുകൊണ്ട് ചോദിച്ചു. എന്നിട്ട് ഞാൻ നോക്കി നിൽക്കെ അയാൾ എൻ്റെ നേരെ തിരിഞ്ഞ് അടുത്തേക്ക് വരാൻ തുടങ്ങി. ഞാൻ പേടിച്ച് പുറത്തേക്ക് ഓടി. ഗേറ്റാണെങ്കിൽ ആരോ പൂട്ടിയിട്ടിരിക്കുന്നു. മതിൽ ചാടാതെ വേറെ വഴിയില്ലായിരുന്നു. അങ്ങനെ പറ്റിയതാണ്. അല്ല നീ എന്താ അയാളെ ഡ്രാക്കുള എന്ന് പറഞ്ഞത്? ഒന്ന് നിർത്തിയ ശേഷം ആൽബി ചോദിച്ചു. പിന്നെ അയാളെ കണ്ട മാലാഖയാണെന്ന് തോന്നുമോ? ശരിക്കും ഒരു ഡ്രാക്കുള. അയാളുടെ രൂപം കണ്ട അന്ന് തുടങ്ങിയതാണ് ഓരോരോ പൊല്ലാപ്പുകൾ, മിഥുൻ വണ്ടി ഓടിക്കുന്നതിനിടയിൽ പറഞ്ഞു. എന്ത് പൊല്ലാപ്പ്? ആൽബി ചോദിച്ചു. രാത്രി ഉറങ്ങാൻ കിടന്ന അപ്പു തെളിഞ്ഞു വരും അങ്ങേരുടെ ദുഷിച്ച മോന്ത. ചെവിയിലെ പൂടയും കൂർത്ത മൂക്കും. കൈകൊണ്ട് എന്തോ ഗോഷ്ടി കാണിച്ചുകൊണ്ട് മിഥുൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മാത്രമല്ലല്ലേ? നേർത്ത ഒരു പച്ചച്ചിരിയോടെ ആൽബി പറഞ്ഞു. ഏയ് ഇതെല്ലാവരും പറയുന്നുണ്ട്, നിനക്കും അങ്ങനെ തോന്നിയതായിരിക്കും, അത് വിട്ടേക്ക്. മിഥുൻ അതൊരു നിസ്സാര സംഭവം എന്ന മട്ടിൽ പറഞ്ഞു. അത് കേട്ടപ്പോൾ തനിക്കുണ്ടായതും വെറും തോന്നൽ മാത്രമായിരിക്കുമെന്ന ചിന്തയിൽ ആൽബി എത്തി. അതവന് ആശ്വാസം നൽകി. എങ്കിലും കാലിൽ ചെറുതായി വേദന അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നതുകൊണ്ട് അവന് ബൈക്കിലിരിക്കാൻ അസ്വസ്ഥത തോന്നി. പിന്നീട് 10-15 മിനിറ്റ് യാത്ര ചെയ്ത് അവർ ആൽബിയുടെ ഇളയച്ചൻ്റെ വീടിന് മുന്നിലെത്തി. തുറന്നു കിടന്നിരുന്ന ഗേറ്റിലൂടെ വീട്ടുമുറ്റത്തേക്ക് മിഥുൻ ബൈക്ക് കയറ്റി നിർത്തി. പുറത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ഹാളിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയായിരുന്ന എല്ലാവരും പുറത്തേക്ക് വന്നു. അപ്രതീക്ഷിതമായി ആൽബിയെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായെങ്കിലും അവൻ്റെ കാലിലെ വലിയ കെട്ട് കണ്ടപ്പോൾ അവർക്കെല്ലാം പരിഭ്രമമായി. എന്തു പറ്റിയെന്ന് ചോദിച്ച് ആൽബിയുടെ അമ്മ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ബൈക്കിൽ നിന്നും ഇറങ്ങുന്ന നേരത്ത് കാലുവഴുതി പൊട്ടിക്കിടന്നിരുന്ന ഒരു ചില്ലുകുപ്പിക്ക് മുകളിലൂടെ വീണ് പറ്റിയതാണെന്ന് ആൽബി പറഞ്ഞു. ആൽബിയുടെ ചേട്ടനും ഇളയച്ചനും ചേർന്ന് അവനെ ബൈക്കിൽ നിന്നും താങ്ങിയെടുത്ത് വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ നിന്നും തന്നെ ഏൽപ്പിച്ച 2 കവറുകളും മിഥുൻ അതേപടി ആൽബിയുടെ അമ്മയെ ഏൽപ്പിച്ച ശേഷം തിരികെ പോയി. ഇളയച്ചൻ്റെ വീട്ടിലെ മുറിക്കുള്ളിൽ കിടക്കുമ്പോൾ കാലിലെ വേദന മൂലം ആൽബി ചെറുതായൊന്ന് പുളഞ്ഞു. കാലിൽ ചെറുതായി ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ട്. ആ നേഴ്സ് പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു എന്ന് അപ്പോൾ ആൽബിക്ക് തോന്നി. ആശുപത്രിയിൽ നിന്നും നൽകിയ വേദന സംഹാരികളിലൊന്ന് മേശപ്പുറത്തു നിന്നും എടുത്ത് വിഴുങ്ങിയ ശേഷം അടുത്തു വെച്ചിരുന്ന കുപ്പിയിൽ നിന്നും കുറച്ച് വെള്ളവും കുടിച്ച് അവൻ കട്ടിലിലേക്ക് ചാഞ്ഞു. കട്ടിലിൽ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൽബിക്ക് ഉറക്കം പിടിച്ചു. കണ്ണുകൾ അടഞ്ഞു വന്നതും തൊട്ടുമുന്നിൽ കൂർത്ത മൂക്കുള്ള ആ മനുഷ്യൻ്റെ മുഖം തെളിഞ്ഞു വന്നു. ഞെട്ടിക്കണ്ണു തുറന്ന ആൽബി തലവഴി പുതപ്പിട്ട് മൂടി അല്പം ചെരിഞ്ഞു കിടന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീണു. മുന്നിൽ മുഴുവൻ രക്തം. അജ്ഞാതനായ ഏതോ ഒരാൾ അയാളുടെ ഓമനത്വം തോന്നിക്കുന്ന മുഖത്തിന് ഒട്ടും ചേരാത്ത ക്രൂരഭാവവുമായി തൻ്റെ നേരെ കത്തിയുമായി വരുന്നു. അയാളുടെ കത്തിയിൽ നിന്നും രക്തം ഇറ്റു വീഴുന്നുണ്ട്. ഏതോ വിദേശ ഭാഷയിൽ ശാപവാക്ക് പോലെ എന്തോ ഉറക്കേലറിക്കൊണ്ട് അയാൾ നിലത്തു നിന്നും ചാടി ഉയർന്ന് കയ്യിലെ കത്തി ആൽബിയുടെ ഇടനെഞ്ചിൽ കുത്തിയിറക്കി. ഒരു ദീർഘശ്വാസമെടുത്ത് ആൽബി കട്ടിലിൽ നിന്നും എഴുന്നേറ്റുപോയി. വല്ലാത്തൊരു ദുസ്വപ്നം തന്നെ. ആരാണയാൾ? ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുള്ള പോലെ കട്ടിലിൽ ഇരുന്ന് വിയർത്തുകൊണ്ട് ആൽബി ചിന്തിച്ചു. പക്ഷേ എത്ര ആലോചിച്ചിട്ടും അതാരാണെന്ന് അവന് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. ഉറക്കക്ഷീണം മൂലം കണ്ണുകൾ അടഞ്ഞു വന്നപ്പോൾ ആൽബി വീണ്ടും കിടക്കയിലേക്ക് കിടന്നു. നിദ്രയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴ്ന്നു തുടങ്ങിയ ആൽബിക്ക്
തൻ്റെ ഇടതുകാലിലൂടെ എന്തോ ഒന്ന് മുകളിലേക്ക് അരിച്ചു കയറി വരുന്ന പോലെ അനുഭവപ്പെടാൻ തുടങ്ങി. അർദ്ധബോധാവസ്ഥയിൽ കിടന്നുകൊണ്ട് അവൻ വലതുകാലുകൊണ്ട് ഇടത്തെ കാലിൽ ചവിട്ടിത്തിരുമ്മി. എന്നിട്ടും അത് ശമിച്ചില്ല. എന്ന് മാത്രമല്ല, ആ അരിച്ചു കയറൽ സംഭവിക്കുന്നത് തൻ്റെ നാഡീഞരമ്പുകൾക്ക് ഉള്ളിലൂടെയാണ് എന്ന പോലെ അവന് അനുഭവപ്പെട്ടു. വീര്യം കൂടിയ വേദന സംഹാരി അവനെ ഉറക്കത്തിൽ തന്നെ തളച്ചിട്ടു. തൻ്റെ നാഡീഞരമ്പുകൾക്ക് ഉള്ളിലൂടെ ഉറുമ്പുകൾ പോലെ എന്തൊക്കെയോ ഇഴഞ്ഞു കയറി വന്ന് കണ്ണുകൾക്ക് പുറകിലെത്തി നിൽക്കുന്നത് ഉറക്കത്തിനിടയിലും അവനറിഞ്ഞു. അവ ശരീരം മുഴുവൻ പടരുകയാണ്. ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കാനാവാതെ ആൽബി കട്ടിലിൽ കിടന്ന് പുളഞ്ഞുകൊണ്ടിരുന്നു. മണിക്കൂറുകൾ നീണ്ടുനിന്ന പീഡനാത്മകമായ ഉറക്കത്തിൽ നിന്നും ക്ഷീണിതനായി ആൽബി കണ്ണു തുറന്നു. ജനാലയിലൂടെ അരിച്ചെത്തിയ സൂര്യപ്രഭ മുറിക്കുള്ളിൽ പ്രകാശം വിതറിയിരുന്നു. കൺപോളകൾ കനത്തു തൂങ്ങിയിരുന്നതുകൊണ്ട് വീണ്ടും കുറച്ചു നേരം കൂടി അവൻ കണ്ണടച്ച് കിടന്നു. പക്ഷേ പിന്നെ അവന് ഉറക്കം വന്നില്ല. ഒടുവിൽ ക്ഷീണിതനായി ആൽബി കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് കണ്ണു തിരുമ്മി. അപ്പോഴാണ് അവനത് കണ്ടത്. കണ്ണു തിരുമാനായി മുഖത്തോടടുപ്പിക്കുന്ന കൈകൾ തൻ്റേതല്ല. നിറയെ രോമങ്ങൾ നിറഞ്ഞ കൂർത്ത നഖങ്ങളുള്ള ഭീകരത തോന്നിക്കുന്ന 2 കൈകൾ. അവ കണ്ട് ആൽബി നടുങ്ങി. തൊട്ടടുത്ത നിമിഷം അത് തൻ്റെ വെറും തോന്നൽ മാത്രമായിരുന്നു എന്നവൻ തിരിച്ചറിഞ്ഞു. കൈകൾ തൻ്റേത് തന്നെയാണ്. പക്ഷേ അവയിൽ കുറച്ചധികം രോമങ്ങൾ വളർന്നു നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് ഈ പ്രായത്തിൻ്റെ ആയിരിക്കുമെന്ന് കരുതി അവനത് വിട്ടുകളഞ്ഞു. അന്ന് എല്ലാവരോടും ഒപ്പമിരുന്ന് പ്രാതൽ കഴിക്കുമ്പോൾ ഒന്നിനും തീരെ രുചിയില്ലാത്ത പോലെ ആൽബിക്ക് തോന്നി. അവന് ഏറെ ഇഷ്ടമുള്ള പത്തിരിയും കുറുമക്കറിയും പോലും അവന് അരുചികരമായി തോന്നിച്ചു. മുറിവിൻ്റെ ഇൻഫെക്ഷൻ മൂലം ഉള്ളിൽ പനിയുള്ളതുകൊണ്ട് സംഭവിക്കുന്നതായിരിക്കുമെന്ന് കരുതി അതും അവൻ അവഗണിച്ചു. അന്ന് പകൽ മുഴുവൻ ഇളയച്ചൻ എവിടെ നിന്നോ സംഘടിപ്പിച്ചു കൊണ്ടുവന്ന ഊന്നുവടിയുടെ സഹായത്തോടെ ആൽബി വീടിന് പുറത്തേക്കിറങ്ങി. താൻ കുട്ടിക്കാലത്ത് മാത്രം വന്നിട്ടുള്ള പറമ്പും പരിസരവുമൊക്കെ ഒന്ന് നടന്നു കണ്ടു. അതിനിടയിലാണ് പറമ്പിൻ്റെ ഒരു കോണിൽ സ്ഥാപിച്ചിട്ടുള്ള ഉയരമുള്ള ഇരുമ്പിൻ്റെ കുഴലിൽ നിന്നും പുക ഉയരുന്നത് ആൽബിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതെന്താണെന്നറിയാനുള്ള ആകാംക്ഷയോടെ അവൻ അവിടേക്ക് ചെന്നു. മാലിന്യങ്ങൾ കത്തിച്ച് കളയുന്നതിനു വേണ്ടി നിർമ്മിച്ചിരുന്ന ഒരു ഫർണസ് ആയിരുന്നു അത്. ടൗണിൽ സ്വന്തമായി 2 ഹോട്ടലുകളുള്ള ആൽബിയുടെ ഇളയച്ചൻ അവിടുത്തെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനു വേണ്ടി നിർമ്മിച്ചതായിരുന്നു അത്. തൻ്റെ കുട്ടിക്കാലത്ത് അവിടെ ഒരു കൂറ്റൻ മാവായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ആൽബി ഓർമ്മിച്ചു. സമയം ഉച്ചയോടടുത്ത് കാണും. വീട്ടിൽ നിന്നും കുറച്ചകലെയായുള്ള ആ ഫർണസിനരികിൽ തനിച്ച് നിൽക്കുമ്പോൾ തനിക്കരികിൽ ആരോ നിൽക്കുന്ന ഒരു പ്രതീതി ആൽബിക്കുണ്ടായി. അവൻ ചുറ്റിലും നോക്കി. പക്ഷേ ആ പരിസരത്ത് വേറെ ആരെയും അവന് കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഊണ് കഴിക്കാനായി അടുക്കളവാതിൽക്കൽ നിന്നുകൊണ്ട് ഇളയമ്മ ആൽബിയെ വിളിക്കുന്നത്. വിളികേട്ട് ഒരിക്കൽ കൂടി ചുറ്റുമൊന്ന് നോക്കിയ ശേഷം വീട്ടിലേക്ക് നടന്ന ആൽബി തൻ്റെ നിഴൽ കണ്ട് പെട്ടെന്ന് സ്തബ്ധനായി. അത് തൻ്റെ നിഴലല്ല എന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ അവൻ തിരിച്ചറിഞ്ഞു. അല്പം മെല്ലിച്ച നീണ്ട കൈകാലുകളുള്ള കൂർത്ത മൂക്കുള്ള ആരുടെയോ നിഴലായിരുന്നു അത്. വിറച്ചുപോയ ആൽബി അത് തൻ്റെ നിഴലല്ല എന്ന് ഉറപ്പിക്കാനായി ഒരു കൈ അല്പം മുകളിലേക്ക് ഉയർത്തി നോക്കി. അത് യഥാസമയം നിഴലിലും സംഭവിച്ചത് കണ്ട് ആൽബി പരിഭ്രാന്തനായി. കാലിലെ വലിയ മുറിവിൻ്റെ വേദന അവനെ ഭയന്നോടുന്നതിൽ നിന്നും വിലക്കി. എങ്കിലും ഊന്നുവടി ഉപയോഗിച്ച് അവൻ പരമാവധി വേഗത്തിൽ വീട്ടിലേക്ക് മുടന്തിക്കൊണ്ട് നടന്നു. വീട്ടിലേക്ക് കയറുമ്പോൾ ശരീരത്തിൻ്റെ ബലം ക്ഷയിച്ചു വരുന്നത് ആൽബി അറിഞ്ഞു. ഹാളിലേക്ക് കാലെടുത്തു വെച്ച ആൽബി തലചുറ്റി മുന്നിലേക്ക് മറിഞ്ഞു വീണു. പിന്നീട് കണ്ണു തുറക്കുമ്പോൾ കട്ടിലിൽ കിടക്കുന്ന തൻ്റെ ചുറ്റും ആവലാതിയോടെ വീട്ടുകാർ നിൽക്കുന്നതാണ് അവൻ കണ്ടത്. മുറിവ് ശരീരത്തിലുണ്ടാക്കിയ ക്ഷീണവും ഉച്ചവെയിലിൻ്റെ കാഠിന്യവും മൂലമാവാം തലചുറ്റലുണ്ടായത് എന്ന് ആൽബിയുടെ അടുത്ത് നിന്നിരുന്ന ഒരു നേഴ്സ് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് ആൽബി അവരെ കാണുന്നത്. ആൽബി തലചുറ്റി വീണയുടനെ അവൻ്റെ ഇളയമ്മ അടുത്ത വീട്ടിലെ നേഴ്സിനെ വിളിച്ചു കൊണ്ടുവരികയായിരുന്നു. അവർ ജോലിക്ക് പോയി വരുന്ന വഴിയോ അതോ പോകാൻ നിൽക്കുന്ന വഴിയോ ആണെന്ന് അവരുടെ വേഷത്തിൽ നിന്നും ആൽബി മനസ്സിലാക്കി. ഇനി എന്തായാലും അധികം പുറത്തൊന്നും ഇറങ്ങി നടക്കേണ്ട, മരുന്ന് കൃത്യമായി കഴിച്ച് വിശ്രമിക്കണം എന്ന് പറഞ്ഞേൽപ്പിച്ച് അവർ തിരികെ പോയി. ആശുപത്രിയിൽ നിന്നും പോരാൻ നേരം അവിടെയുണ്ടായിരുന്ന നേഴ്സ് പറഞ്ഞത് കേൾക്കാതിരുന്നതിന് വേദന കുറച്ചൊന്നുമല്ല അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഇത്തവണയും അനുസരണക്കേട് കാണിച്ച് കൂടുതൽ പണി വാങ്ങിക്കേണ്ട എന്ന് ആൽബി തീരുമാനിച്ചു. കണ്ണു തുറന്നു കിടന്നിരുന്ന ആൽബിയെ അവൻ്റെ ചേട്ടൻ താങ്ങിയെടുത്ത് പുറകിൽ ഒരു തലോണയും വെച്ച് ചാരിയിരുത്തി. ഇളയമ്മ അവിടേക്ക് അവനുള്ള ഭക്ഷണം എത്തിച്ച് നൽകി. ദഹിക്കാനുള്ള എളുപ്പത്തിന് കഞ്ഞിയും ചമ്മന്തിയുമായിരുന്നു അവർ കൊടുത്തത്. കഞ്ഞി കുടിച്ച ശേഷം ആൻറ്റിബയോട്ടിക് പോലെ തോന്നിക്കുന്ന ഏതോ ക്യാപ്സ്യൂളും വേദന സംഹാരിയും കഴിച്ച് ആൽബി വീണ്ടും കിടന്നു. കണ്ണുകൾ പതിയെ അടഞ്ഞു വന്നു. വീണ്ടും അസുഖകരമായ ഉറക്കം അവനെ പിടിമുറുക്കാൻ തുടങ്ങി. ഇടത്തെ കാൽപാദത്തിൽ നിന്നും ഉറുമ്പ് കണക്കെ എന്തൊക്കെയോ അവൻ്റെ നാഡീഞരമ്പുകൾക്കുള്ളിലൂടെ മുകളിലേക്ക് ഇരച്ചു കയറി വന്ന് കണ്ണുകൾക്ക് പുറകിൽ എത്തി നിന്നു. അല്പനേരം നിശ്ചലമായി നിന്ന ശേഷം അവ കണ്ണുകൾക്കുള്ളിലൂടെയും തലച്ചോറിലൂടെയും അതിവേഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി.
പറഞ്ഞറിയിക്കാനാവാത്ത ഒരുതരം അസ്വസ്ഥതയിൽ ആൽബി കിടന്നു പുളഞ്ഞു. ഉറക്കത്തിൽ അവൻ തല ഇരുവശങ്ങളിലേക്കും വെട്ടിച്ചുകൊണ്ട് സ്വന്തം മുഖത്ത് മാന്തുകയും മുടിയിഴകളിൽ പിടിച്ചു വലിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഉറക്കത്തിനിടയിൽ അവൻ്റെ തൊണ്ടയിൽ നിന്നും നിസ്സഹായമായ ഒരു ഞരക്കമുയർന്നു. മുറിയിലെ ഫാനിൻ്റെ ശബ്ദം മൂലം പുറത്തുണ്ടായിരുന്ന ആരും അത് കേട്ടില്ല. ഫാനിൻ്റെ കാറ്റിലും ആൽബി കട്ടിലിൽ കിടന്ന് വിയർത്തു കുളിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം വൈകുന്നേരം ആൽബി ക്ഷീണിതനായി ഉറക്കത്തിൽ നിന്നും ഉണർന്നു. കൺപോളകൾ ഇപ്പോഴും കനത്തു തന്നെ ഇരിക്കുകയാണ്. വീണ്ടും കണ്ണു തിരുമാനായി കൈകൾ ഉയർത്തിയ ആൽബി തൻ്റെ കൈയിലെ രോമ വളർച്ച കണ്ട് ഭയചകിതനായി. രാവിലെ ഉണ്ടായിരുന്നതിനേക്കാൾ അവ കൂടുതൽ വളർന്നിരിക്കുന്നു. ശരിക്കു പറഞ്ഞാൽ 1-2 മാസം കൊണ്ട് പോലും ഉണ്ടാവാത്തത്ര വളർച്ച. തൻ്റെ മുഖത്തും എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള പോലെ അവന് തോന്നാൻ തുടങ്ങി. അവൻ മെല്ലെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ബാത്റൂമിനടുത്തുള്ള കണ്ണാടിക്കരിയിലേക്ക് ഊന്നുവടി കക്ഷത്തിൽ കുത്തി നടന്നു. അവിടെ എത്തി കണ്ണാടിയിലേക്ക് നോക്കിയ ആൽബിയുടെ തൊണ്ടയിൽ നിന്നും ഭയത്തിൻ്റെ ഒരു നേർത്ത ഞരക്കം പുറത്തു വന്നു. കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബത്തിനു പകരം അവൻ കണ്ടത് കൂർത്ത മൂക്കുള്ള ആ മനുഷ്യനെയായിരുന്നു. ശരിക്കും ഞെട്ടിയ ആൽബി കണ്ണു ചിമ്മി വീണ്ടും നോക്കി. അല്ല, മിഥുൻ പറഞ്ഞ പോലെ അത് വെറും തോന്നലായിരുന്നു. പക്ഷേ അവനെ ഭയപ്പെടുത്താൻ പാകത്തിന് ചിലത് അവൻ കണ്ണാടിയിൽ കണ്ടു. തൻ്റെ ചെവികളിൽ നിന്നും പുറത്തേക്ക് രോമങ്ങൾ വളർന്നു തുടങ്ങിയിരിക്കുന്നു. മൂക്കിൻ്റെ അഗ്രം ചെറുതായി കൂർത്ത രീതിയിലായി വരുന്നു. അത് തൻ്റെ വെറും തോന്നലായിരിക്കണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവൻ സ്വന്തം മൂക്കിൽ തൊട്ടു നോക്കി. അല്ല, അവിടം ശരിക്കും കൂർത്തു തുടങ്ങിയിട്ടുണ്ട്. ഭയന്ന് കരഞ്ഞുകൊണ്ട് അവൻ ചെവികളിലെ രോമങ്ങളിൽ പിടിച്ചു വലിച്ചു നോക്കി. ചെവി വേദനിക്കുന്നു. ഭയത്താൽ അവൻ്റെ വായ വക്രിച്ചു. ആരോ കരയുന്ന ശബ്ദം കേട്ട് മുറിയിലേക്ക് ആൽബിയുടെ ഇളയച്ചൻ ഓടി വന്നു. കണ്ണാടിയിലേക്ക് നോക്കി നിന്ന് ഒരു കുഞ്ഞിനെ പോലെ ഏങ്ങലടിച്ച് കരയുന്ന ആൽബിയോട് എന്തു പറ്റി മോനെ എന്ന് ഇളയച്ചൻ ചോദിച്ചു. രോമം എന്ന് മാത്രം പറഞ്ഞ് ചെവിയിലെ രോമങ്ങളിൽ മെല്ലെ പിടിച്ചു വലിച്ച് കരച്ചിൽ നിയന്ത്രിക്കാനാവാതെ ആൽബി കണ്ണാടിയിലേക്ക് നോക്കി നിന്നു. അപ്പോഴാണ് ഇളയച്ചൻ അത് ശ്രദ്ധിക്കുന്നത്. ശരിയാണ്, ചെവികളിൽ നിന്നും പുറത്തേക്ക് വല്ലാതെ രോമങ്ങൾ വളർന്നു നിൽക്കുന്നു. നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് അദ്ദേഹം ആൽബിയെ മുറിയിൽ നിന്നും പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവർ ഹാളിലേക്ക് കടന്നപ്പോഴാണ് മറ്റുള്ളവരും ആൽബി കരയുന്ന കാര്യം ശ്രദ്ധിക്കുന്നത്. അത് കണ്ട് എല്ലാവരും അവന് ചുറ്റും വട്ടം കൂടി എന്തു പറ്റിയെന്ന് ചോദിച്ചു. തൻ്റെ ചെവികളിലെയും കൈകളിലെയും രോമങ്ങൾ മെല്ലെ പിടിച്ചു വലിച്ചുകൊണ്ട് രോമം എന്ന് പറഞ്ഞ് അവൻ കൂടുതൽ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അവൻ്റെ രൂപം വല്ലാതെ മാറിയിരിക്കുന്നതായി എല്ലാവർക്കും തോന്നി. രോമ വളർച്ച കൂടാതെ കവിളുകളും വല്ലാതെ ഒട്ടിയിട്ടുണ്ട്. ഇളയച്ചൻ ആൽബിയെ ആശ്വസിപ്പിച്ച് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു കസേരയിൽ ഇരുത്തിയ ശേഷം തൻ്റെ ട്രിമ്മർ എടുത്തുകൊണ്ടുവന്ന് അവൻ്റെ ചെവികളിലെ രോമങ്ങൾ ട്രിമ്മ് ചെയ്ത് കളഞ്ഞു. അവ പോയി കഴിഞ്ഞപ്പോൾ ആൽബിക്ക് നേർത്ത ആശ്വാസം തോന്നി. അവൻ കരച്ചിൽ നിർത്തി. പക്ഷേ അവൻ്റെ ഈ രൂപമാറ്റം മറ്റുള്ളവരുടെ ഉള്ളിൽ ഭയം ജനിപ്പിച്ചു. അന്ന് രാത്രി ഉറക്കം വരുവോളം എല്ലാവരും ആൽബിയുടെ മാനസികാവസ്ഥ മാറാൻ വേണ്ടി ഹാളിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയും ഓരോരോ തമാശകൾ പറഞ്ഞ് ചിരിക്കുകയും ചെയ്തു. അവരോടൊപ്പം കുറേ നേരം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ പതിയെ ആൽബി തൻ്റെ പ്രശ്നങ്ങൾ മറക്കാൻ തുടങ്ങി. മുറിവുണങ്ങി തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ വലിച്ചിലൊഴിച്ച് നിർത്തിയാൽ അവന് വേറെ കുഴപ്പങ്ങളൊന്നും അനുഭവപ്പെട്ടില്ല. സന്ധ്യയ്ക്ക് മുന്നേ അത്താഴം കഴിച്ചിരുന്നതുകൊണ്ട് ഉറക്കം വരാൻ തുടങ്ങിയപ്പോൾ ആൽബി എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. അത് കണ്ട് എല്ലാവരും അവൻ്റെ പുറകെ ചെന്നു. ആൽബി കട്ടിലിൽ കിടന്ന ശേഷമാണ് അവർ തിരികെ പോന്നത്. കാലിലെ വേദന കുറവുണ്ടായിരുന്നതുകൊണ്ട് അവൻ രാത്രി വേദന സംഹാരി കഴിക്കാൻ നിന്നില്ല. കിടന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ പതിയെ ഉറക്കത്തിലേക്കാണ്ടു. പക്ഷേ ആൽബി ഉറങ്ങാൻ തുടങ്ങിയതും വീണ്ടും ഇടതുകാലിൽ നിന്നും നാഡീഞരമ്പുകൾക്കുള്ളിലൂടെ എന്തൊക്കെയോ മുകളിലേക്ക് ഇരച്ചു കയറി വരാൻ തുടങ്ങി. ഇടത്തെ കാലിലൂടെ മുകളിലേക്ക് കയറി വന്ന് പതിയെ ദേഹം മുഴുവനും വ്യാപിച്ച ശേഷം അവ കണ്ണുകൾക്ക് പുറകിലെത്തി നിന്നു. വേദന സംഹാരി കഴിച്ചിരുന്നില്ല എന്നതുകൊണ്ട് ഇത്തവണ ആൽബി അത് ശരിക്കും അറിഞ്ഞു. ഒരു നിമിഷത്തിന് ശേഷം അവ അതിവേഗത്തിൽ കണ്ണുകൾക്കുള്ളിലൂടെയും തലച്ചോറിലൂടെയും പാഞ്ഞു നടക്കാൻ തുടങ്ങി. അതികഠിനമായ വേദനയാൽ ആൽബി ഞെട്ടി കണ്ണു തുറന്നു. എങ്ങും ഇരുട്ടായിരുന്നതുകൊണ്ട് അവന് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. എന്നു മാത്രമല്ല, കനത്ത നിശബ്ദതയിൽ രക്തക്കുഴലുകൾക്ക് ഉള്ളിലൂടെയുള്ള ഇരമ്പൽ അവനെ ഭ്രാന്ത് പിടിപ്പിക്കാനും തുടങ്ങി. അവൻ കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അവന് കിടന്നിടത്തു നിന്നും ഒന്നനങ്ങാൻ പോലും സാധിച്ചില്ല. കൈകാലുകൾ ബന്ധിപ്പിക്കപ്പെട്ട പോലെ അവൻ ചലിക്കാനാവാതെ കട്ടിലിൽ കിടന്ന് പരാക്രമം കൊണ്ടു. ആ സമയം കനത്ത ഇരുട്ടിലും അവൻ്റെ കൺമുന്നിൽ ഒരാളുടെ രൂപം തെളിഞ്ഞു വന്നു. മുമ്പ് സ്വപ്നത്തിൽ കണ്ട കത്തിയും പിടിച്ചു നിന്നിരുന്ന ഓമനത്വം തോന്നിക്കുന്ന മുഖമുള്ളയാളുടെ രൂപം. മുറിക്കുള്ളിലെ ഇരുട്ടിൽ നിന്നുകൊണ്ട് അട്ടഹസിച്ച് അയാൾ ചാടി ഉയർന്ന് ആൽബിയുടെ ഇടനെഞ്ചിൽ കത്തി കുത്തിയിറക്കി. വേദനയാൽ ആൽബി കിടന്ന കിടത്തിൽ തല പുറകിലേക്ക് മലർത്തി ദേഹത്തിൻ്റെ മുഴുവൻ ഭാരവും കഴുത്തിൽ താങ്ങിക്കൊണ്ട് നെഞ്ച് മുകളിലേക്ക് ഉയർത്തിപ്പോയി. ഒരു നിമിഷം അതേ നിൽപ്പ് നിന്ന ശേഷം അവൻ പുറമടിച്ച് കട്ടിലിലേക്ക് വീണു. എന്താണ് സംഭവിക്കുന്നത് എന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല.
തനിക്കരികിലുണ്ടായിരുന്ന അയാളെ ഇപ്പോൾ കാണുന്നില്ല. തലയ്ക്കുള്ളിലൂടെയുള്ള ഇരമ്പൽ അല്പമൊന്ന് ശമിച്ചിട്ടുണ്ട്. അവൻ നെഞ്ചിൽ കൈകൊണ്ട് പരതി നോക്കി. ഇല്ല, മുറിവുകളൊന്നുമില്ല. പക്ഷേ നെഞ്ച് തുളച്ച് കത്തിയാഴ്ന്നിറങ്ങുന്ന വേദന താൻ അനുഭവിച്ചതാണ്. അത് തൻ്റെ വെറും തോന്നലായിരുന്നു എന്നതും ഇപ്പോൾ ശരീരം ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നതും അവന് ആശ്വാസം നൽകി. എങ്കിലും ഭയം മൂലം ആൽബിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. രാത്രി എപ്പോഴോ വീണ്ടും ഉറക്കം ആൽബിയെ മാടി വിളിച്ചു. നേരത്തെ അനുഭവിച്ച വേദന ഓർമ്മയുള്ളതുകൊണ്ട് ഉറങ്ങാതിരിക്കാൻ അവൻ പരമാവധി ശ്രമിച്ചെങ്കിലും കനത്ത ഇരുട്ടും മുറിക്കുള്ളിലെ നേർത്ത തണുപ്പും അവനെ ഉറക്കത്തിലേക്ക് തള്ളിവിട്ടു. അതോടെ വീണ്ടും രക്തക്കുഴലുകൾക്കുള്ളിലൂടെയുള്ള ഇരമ്പൽ ശക്തി പ്രാപിച്ചു. നാഡീഞരമ്പുകൾ പൊട്ടിത്തകരുന്നതുപോലെ തോന്നിക്കുന്ന വേദനയാൽ ആൽബി കട്ടിലിൽ കിടന്ന് ചുരുണ്ടുകൂടി. ഒരു വശത്തേക്ക് ചെരിഞ്ഞ് തല കാൽമുട്ടുകളോട് ചേർത്ത് വെച്ച് ചെവികൾ പൊത്തി അവൻ വേദനയോട് മല്ലിട്ടു. കഠിനമായ വേദനയാൽ ഉറക്കത്തിൻ്റെ അർദ്ധബോധാവസ്ഥയിൽ നിന്നും പൂർണ്ണബോധാവസ്ഥയിലേക്ക് എത്തിയ ആൽബി തൻ്റെ വേദനകളെ മുറിക്കുള്ളിലെ കനത്ത ഇരുട്ടിൽ നിന്നുകൊണ്ട് ആരോ നിരീക്ഷിക്കുന്നത് തിരിച്ചറിഞ്ഞു. അടുത്ത നിമിഷം അവൻ കട്ടിലിൽ നീണ്ടു നിവർന്ന് കിടന്നു. തന്നെ കൊണ്ട് മറ്റാരോ അത് ചെയ്യിച്ചതുപോലെയാണ് ആൽബിക്ക് അനുഭവപ്പെട്ടത്. ഇപ്പോൾ തലയല്ലാതെ മറ്റൊരു ശരീരഭാഗവും ചലിപ്പിക്കാനാവുന്നില്ല. അവിടെ കട്ടിലിൽ അങ്ങനെ കിടക്കുമ്പോൾ മുറിക്കുള്ളിൽ ഒരു മൂലയിൽ എന്തോ ചലിക്കുന്നത് പോലെ തോന്നിയ ആൽബി തലചരിച്ച് അവിടേക്ക് നോക്കി. നേരത്തെ സ്വപ്നത്തിൽ കണ്ട ഓമനത്തം തുളുമ്പുന്ന മുഖമുള്ളയാൾ തനിക്ക് നേരെ വരുന്നതാണ് അവൻ കണ്ടത്. മുറിക്കുള്ളിലെ കനത്ത ഇരുട്ടിൽ മറ്റൊന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അയാളെ മാത്രം വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആൽബി കിടക്കുന്ന കട്ടിലിനടുത്തെത്തി വികൃതമായി ചിരിച്ചുകൊണ്ട് അയാൾ മലർന്നു കിടക്കുന്ന ആൽബിയുടെ അരക്കെട്ടിന് മുകളിൽ കയറിയിരുന്നു. അസാധാരണമായ ഭാരത്താൽ തൻ്റെ അരക്കെട്ട് ഞെരിഞ്ഞമരുന്നത് മൂലമുള്ള വേദന സഹിക്കവയ്യാതെ അവൻ അലറിക്കരയാൻ ശ്രമിച്ചു. അവൻ്റെ അരക്കെട്ടിന് മുകളിൽ ഇരുന്നു കൊണ്ട് അയാൾ ഉച്ചത്തിൽ അട്ടഹസിക്കാൻ തുടങ്ങി. ആ സമയം അയാളുടെ രൂപം മാറുന്നത് ആൽബി ഞെട്ടലോടെ നോക്കിക്കിടന്നു. ഓമനത്തും തുളുമ്പുന്ന തുടുത്ത കവിടുകൾ ഒട്ടി കുഴികൾ രൂപപ്പെട്ടു. പുരികങ്ങൾ കട്ടിപ്രാപിച്ചു. ചെവികളിൽ നിന്നും പുറത്തേക്ക് രോമങ്ങൾ മുളച്ചു. ഏറ്റവും ഒടുവിലായി മൂക്കിൻ്റെ അഗ്രം കൂടി കൂർത്തു വന്നതോടെ അയാൾ പൂർണ്ണമായും മറ്റൊരാളായി മാറി. ആൽബിയെ ഏറ്റവും അധികം ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരാൾ, ബിനോയിയുടെ വല്യച്ഛൻ. അടുത്ത നിമിഷം അയാൾ കൈകൾ ഇരുവശങ്ങളിലേക്കും വിടർത്തി പുറകോട്ടാഞ്ഞ ശേഷം ആൽബിയുടെ ദേഹത്തേക്ക് കമിഴ്ന്നടിച്ചു വീണു. ദേഹത്തേക്കുള്ള അയാളുടെ വീഴ്ച മൂലമുണ്ടാവുന്ന ആഘാതത്തെ പ്രതിരോധിക്കാൻ ആൽബി അതുവരെ അനങ്ങാതിരുന്ന കൈത്തണ്ടകൾ ഉയർത്തി മുഖം മറച്ചു. പക്ഷേ പ്രതീക്ഷിച്ച പോലെ ആരും ആൽബിയുടെ ദേഹത്ത് വീണില്ല. കട്ടികൂടിയ തണുത്ത കാറ്റ് അവനെ തഴുകിത്തലോടി കടന്നുപോയി. വിയർത്തു കുളിച്ച് കിടക്കുകയായിരുന്ന ആൽബി കാറ്റേറ്റു വിറച്ചു. ഇനി ഒരു നിമിഷം പോലും തനിക്ക് മുറിയിൽ കിടക്കാൻ കഴിയില്ല. കട്ടിലിൽ നിന്നും ഇറങ്ങി ഓടാനാണ് ആൽബിക്ക് തോന്നിയത്. പക്ഷേ കാലിലെ മുറിവ് അവനെ അതിൽ നിന്നും വിലക്കി. സഹായത്തിനായി ആരെങ്കിലും വിളിക്കാമെന്ന് വെച്ചാൽ തൊണ്ടയിൽ നിന്നും ഒച്ച പുറത്തേക്ക് വരുന്നുമില്ല. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയായിരുന്നു അത്. നിസ്സഹായനായി കട്ടിലിൽ കിടക്കുമ്പോൾ എത്രയും പെട്ടെന്ന് നേരം വെളുത്തിരുന്നെങ്കിലെന്ന് അവൻ ആഗ്രഹിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അവനെ ഉറക്കം മാടി വിളിക്കാൻ തുടങ്ങി. ഭൗതിക ലോകത്തിൻ്റെ ദുരിതക്കയത്തിൽ നിന്നും സ്വപ്നങ്ങളുടെ സുന്ദര ലോകത്തേക്ക് മനുഷ്യരെ കൂട്ടിക്കൊണ്ടുപോകാറുള്ള ഉറക്കം അവനെ പക്ഷേ ഭയപ്പെടുത്തുകയാണ് ചെയ്തത്. ആ സമയം കാലിലെ മുറിവിൽ അസഹ്യമായ വലിച്ചിലനുഭവപ്പെടാൻ തുടങ്ങി. അതിൽ നിന്നും രക്ഷ നേടാനായി അവൻ വലത്തെ കാലുകൊണ്ട് മുറിവിന് ചുറ്റും അമർത്തി തിരുമ്മി. എന്നിട്ടും അതിന് ശമനം വരാതായപ്പോൾ അവൻ രണ്ടും കൽപ്പിച്ച് സ്റ്റിച്ചിട്ട ഭാഗത്ത് ചവിട്ടിത്തിരുമ്മി. അതികഠിനമായ വേദന അവൻ പ്രതീക്ഷിച്ചെങ്കിലും അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വലിച്ചിൽ ശമിക്കുകയാണുണ്ടായത്. അതവന് നേർത്ത ആശ്വാസം നൽകി. എങ്കിലും ഇനി ഇവിടെ കിടന്ന് ഉറങ്ങുകയില്ല എന്നുറപ്പിച്ച് ആൽബി കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. കണ്ണുകൾക്ക് വല്ലാത്ത ഭാരം അനുഭവപ്പെടുന്നു. ലൈറ്റിൻ്റെ സ്വിച്ച് കണ്ടെത്താനായി ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് മുന്നോട്ട് നടന്ന ആൽബി പുറകിൽ എവിടെ നിന്നോ വെളിച്ചം വരുന്നത് കണ്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ഹാളിൽ ഇളയച്ചൻ ലൈറ്റ് ഓൺ ചെയ്തതിൻ്റെ പ്രകാശമായിരുന്നു അത്. ആൽബി ആശ്വാസത്തോടെ ഹാളിലേക്ക് നടന്നു. ഹാളിലെത്തിയപ്പോഴാണ് ആൽബി സമയം ശ്രദ്ധിക്കുന്നത്. പുലർച്ചെ 5 മണി. നേരം പുലർന്നിരിക്കുന്നു. അതവന് കൂടുതൽ ആശ്വാസം നൽകി. ആ മോൻ നേരത്തെ എഴുന്നേറ്റോ? ഹാളിലേക്ക് വരുന്ന ആൽബിയെ കണ്ട് ഇളയച്ചൻ ചോദിച്ചു. അതിനു മറുപടിയായി ആൽബി ചെറുതായി ഒന്ന് പുഞ്ചിരിക്കാൻ വിഫല ശ്രമം നടത്തി. കാലിലെ കെട്ടിനെന്തു പറ്റി? ആൽബിയുടെ ഇടത്തെ കാലിലേക്ക് നോക്കി ഇളയച്ചൻ ആശങ്കാകുലനായി. അപ്പോഴാണ് ആൽബി തൻ്റെ കാലിലേക്ക് നോക്കുന്നത്. മുറിവിന് ചുറ്റും കെട്ടിയിരുന്ന തുണി പകുതിയും അഴിഞ്ഞ് കാൽപാദം വെളിയിൽ കാണുന്നു. പക്ഷേ അവരെ രണ്ടുപേരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു കാര്യമായിരുന്നു. മുറിവ് പൂർണ്ണമായും ഉണങ്ങിയിരിക്കുന്നു. അന്ന് രാവിലെ തന്നെ ആൽബിയെയും കൂട്ടി ഇളയച്ചൻ അവൻ്റെ മുറിവ് സ്റ്റിച്ചിട്ട അതേ ആശുപത്രിയിലേക്ക് പോയി. ആഴത്തിലുള്ള മുറിവ് അത്ര വേഗം ഉണങ്ങിയത് നഴ്സുമാരെയും അതിശയിപ്പിച്ചു. അവർ സ്റ്റിച്ച് വെട്ടി.
ആൽബി തൻ്റെ കാലിലേക്ക് നോക്കി. പാദത്തിനു മുകളിൽ നെടുനീളത്തിൽ മുറിവ് ഉണങ്ങിയതിൻ്റെയും സ്റ്റിച്ചിട്ടതിൻ്റെയും അടയാളങ്ങൾ അല്പം മുഴച്ചു നിന്നിരുന്നു. അവൻ ആശുപത്രി കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. കാല് നിലത്ത് കുത്തി നടക്കാൻ കഴിയുന്നതിൽ ആൽബിക്ക് അതിയായ സന്തോഷം തോന്നി. തിരികെ ഇളയച്ചൻ്റെ വീട്ടിലെത്തിയ ആൽബിയെ കാത്ത് മിഥുൻ അവിടെയുണ്ടായിരുന്നു. ഇളയച്ചൻ്റെ കാറിൽ നിന്നും ഇറങ്ങി വരുന്ന ആൽബിയെ കണ്ട് മിഥുൻ പകച്ചുപോയി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് താൻ ഇവിടെ വിട്ടിട്ട് പോയ ആൽബി തന്നെയാണോ അതെന്ന് അവന് സംശയം തോന്നി. അതിലുമധികം അവനെ അതിശയിപ്പിച്ചത് ആൽബിക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതായിരുന്നു. അവരെ കണ്ട് വീടിൻ്റെ ഇറയത്ത് കസാരയിൽ നിന്നും എഴുന്നേറ്റ് നിന്ന മിഥുനെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ആൽബി വീടിനകത്തേക്ക് കടന്നു. അത് കണ്ട് മിഥുൻ ആൽബിയെ പുറകിൽ നിന്നും വിളിച്ചു. പരിചയമുള്ള ഒരു ശബ്ദം കേട്ട് ആൽബി തിരിഞ്ഞു നോക്കി. നിനക്കെന്തു പറ്റി? നീ എന്താ എന്നെ കണ്ടിട്ട് കാണാത്ത പോലെ പോകുന്നത്? അല്പം വിഷമത്തോടെ മിഥുൻ ചോദിച്ചു. വീർത്തു തൂങ്ങിയ കൺപോളകൾ അമർത്തി തിരുമ്മിക്കൊണ്ട് ആൽബി കണ്ണുകൂർപ്പിച്ച് മിഥുനെ സൂക്ഷിച്ചു നോക്കി. എടാ, നീയായിരുന്നു ഇത്? എനിക്ക് മനസ്സിലായില്ലടാ. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ സുഹൃത്തിനെ കണ്ടതിലുള്ള സന്തോഷത്തോടെ ആൽബി പറഞ്ഞു. നിനക്കെന്തു പറ്റി? വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. ആൽബിയുടെ ഇപ്പോഴത്തെ കോലം കണ്ട് മിഥുൻ തിരക്കി. വാ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് നടക്കാം. ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് മിഥുനെ കണ്ടു നിന്ന ഇളയച്ചനോട് പറഞ്ഞ് ആൽബി മിഥുനെയും കൂട്ടി വീടിന് പുറകുവശത്തെ വിശാലമായ പറമ്പിലേക്ക് നടന്നു. ശ്രദ്ധിക്കണേ മോനെയെന്ന് പുറത്തേക്ക് നടക്കുന്ന ആൽബിയോട് ഇളയച്ചൻ പറഞ്ഞു. അതിനു മറുപടിയായി ചെറുതായി പുഞ്ചിരിച്ച് തലയാട്ടി ആൽബി മിഥുനെയും കൂട്ടി പുറത്തേക്ക് നടന്നു. വീട്ടിൽ നിന്നും കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ആൽബി തൻ്റെ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം ആൽബി തന്നെ ബാധിച്ചിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും മിഥുനോട് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അന്ന് ആൽബി പറഞ്ഞ കാര്യത്തെ നിസ്സാരമായി കണ്ടതിൽ മിഥുന് കുറ്റബോധം തോന്നി. ബിനോയിയുടെ വല്യച്ഛൻ്റെ മുഖം തൻ്റെ മനസ്സിലേക്ക് വല്ലപ്പോഴും മാത്രം കടന്നു വരുന്നത് പോലെയല്ല ആൽബിയുടെ അവസ്ഥ. അവനെ കാര്യമായി തന്നെ അത് ബാധിച്ചിട്ടുണ്ട്. അതവൻ്റെ രൂപത്തിൽ നിന്നും വ്യക്തമാണ്. അവനെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ യാതൊന്നും ആൽബി പറഞ്ഞില്ലെങ്കിലും കുറ്റബോധത്താൽ മിഥുൻ കൈകൾ കെട്ടി തലകുനിച്ച് ആൽബിക്കരികിൽ നിന്നു. ആ സമയം ഒരു കാഴ്ച കണ്ട് മിഥുൻ്റെ കണ്ണുകൾ വികസിച്ചു. അവൻ്റെ മുഖം ഭയത്താൽ വിളറി വെളുത്തു. താഴെ മണ്ണിൽ ആൽബിയുടെ നിഴൽ. പക്ഷേ അതിൽ എന്തോ പ്രത്യേകതയുള്ള പോലെ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് മിഥുൻ നടുങ്ങിപ്പോയത്. ആ നിഴലിന് മറ്റൊരാളുടെ രൂപമായിരുന്നു. ചെവികളിൽ നിന്നും പുറത്തേക്ക് വളർന്നു നിൽക്കുന്ന രോമകൂപങ്ങളും കൂർത്ത മൂക്കും നിഴലിൽ വ്യക്തമായി കാണാമായിരുന്നു. ദൂരേക്കും നോക്കി നിൽക്കുകയായിരുന്ന ആൽബി മിഥുൻ്റെ ഭാവമാറ്റം ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് നിഴൽ തലചിരിച്ച് മിഥുൻ്റെ നേരെ നോക്കി. ആൽബിയാണെങ്കിൽ തല ഒന്നനക്കുക പോലും ചെയ്തിട്ടില്ല. മിഥുൻ്റെ മുട്ടുകൾ കൂട്ടിയിടിക്കാൻ തുടങ്ങി. ഞാൻ പോയിട്ട് പിന്നെ വരാം, പുറകോട്ട് ചുവടുകൾ വെച്ചുകൊണ്ട് മിഥുൻ പറഞ്ഞു. എന്തുപറ്റി മിഥുനെ? ആൽബി ചോദിച്ചു. അത്യാവശ്യമായി ഒരിടം വരെ പോകാനുണ്ടായിരുന്നു, ഇപ്പോഴാണ് അത് ഓർത്തത് എന്നും പറഞ്ഞ് മിഥുൻ തിരിഞ്ഞ് നടത്തം കൂടുതൽ വേഗത്തിലാക്കി. ഒന്നും മനസ്സിലാവാതെ ആൽബി കുറച്ചു നേരം അവിടെ അങ്ങനെ തന്നെ നിന്നു. അന്ന് വൈകുന്നേരം ആൽബിയെ കാണാൻ ബിനോയ് അവൻ്റെ ഇളയച്ചൻ്റെ വീട്ടിലെത്തി. തൻ്റെ വസ്ത്രങ്ങളും മറ്റും വേറൊരു മുറിയിലേക്ക് മാറ്റാൻ തുടങ്ങുകയായിരുന്ന ആൽബിയുടെ മുറിയിലേക്ക് ഇളയമ്മ ബിനോയിയെ കൂട്ടിക്കൊണ്ടുപോയി. തിരക്കിട്ട് എല്ലാം ഒതുക്കുകയായിരുന്ന ആൽബി ബിനോയ് വന്നതറിഞ്ഞില്ല. ആൽബി! പുറംതിരിഞ്ഞ് നിൽക്കുകയായിരുന്ന ആൽബിയെ ബിനോയ് വിളിച്ചു. പെട്ടെന്ന് പുറകിൽ നിന്നുമുള്ള വിളി കേട്ട് ആൽബി ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അത് ബിനോയ് ആണെന്ന് കണ്ടപ്പോഴാണ് അവന് ആശ്വാസമായത്. ഞങ്ങളൊന്ന് തറവാട് വരെ പോവുകയാണ്. അവിടുത്തെ അച്ഛന് അസുഖം ലേശം കൂടുതലാണെന്ന് പറഞ്ഞ് ഫോൺ വന്നിരുന്നു. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞങ്ങൾ പോയിട്ട് ഉടനെ വരാം. അതും പറഞ്ഞ് ഇളയമ്മ പുറത്തേക്ക് പോയി. മുറിയിൽ ആൽബിയും ബിനോയിയും മാത്രമായി. എന്തു കോലമാടാ ഇത്? ആൽബിയുടെ രൂപം കണ്ട് ബിനോയ് ചോദിച്ചു. ആൽബി അതിന് മറുപടി പറഞ്ഞില്ല. നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. നിന്റെ കാലിനിപ്പോൾ എങ്ങനെയുണ്ട്? കട്ടിലിലേക്ക് ഇരുന്നു കൊണ്ട് ബിനോയ് ആൽബിയുടെ കാലിലേക്ക് നോക്കി. മുറിവ് പെട്ടെന്ന് ഉണങ്ങി, ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, അവിടെ നിന്നുകൊണ്ട് ആൽബി പറഞ്ഞു. അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ ബിനോയ് പുറത്താരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വാതിൽക്കലേക്ക് തല എത്തിച്ചു നോക്കി. പുറത്ത് ഒരു കാർ സ്റ്റാർട്ടായി മുന്നോട്ട് പോകുന്നതിൻ്റെ ശബ്ദം കേട്ടു. മിഥുൻ എന്നോടെല്ലാം പറഞ്ഞു. അവർ പോയി എന്ന് കണ്ട ബിനോയ് തല തിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് മറുപടിയൊന്നും പറയാനില്ലാതെ ആൽബി കുറച്ചു നേരം അതേ നിൽപ്പ് നിന്നു. നിനക്കിങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ നീ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അപകടമാണ്. ചെറുതായി കൂർത്തു തുടങ്ങിയ ആൽബിയുടെ നാസിക ശ്രദ്ധിച്ച് ബിനോയ് പറഞ്ഞു. എന്തപകടം? നേർത്ത ഭയപ്പാടോടെ ആൽബി ചോദിച്ചു. നിന്റെ കാര്യത്തിൽ എനിക്കൊരു പിടിയുമില്ല ആൽബി. പക്ഷേ നിന്റെ രൂപം കണ്ടിട്ട് എൻ്റെ വല്യച്ഛന് സംഭവിച്ച കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. ഒരു നെടുവീർപ്പോടെ ബിനോയ് പറഞ്ഞു. വല്യച്ഛന് എന്താ പറ്റിയത്? ഭയവും ആകാംക്ഷയും നിറഞ്ഞ ശബ്ദത്തിൽ അവിടെ നിന്നുകൊണ്ട് ആൽബി ചോദിച്ചു. നിന്നോടെന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. നീ സൂക്ഷിക്കുക. എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കുക.
അതും പറഞ്ഞ് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്ന ബിനോയ് പെട്ടെന്ന് മുറിക്കുള്ളിൽ എന്തോ കണ്ട് ഒരു നിമിഷം നിന്നു. ഇതെങ്ങനെ ഇവിടെ വന്നു? കോപം നിറഞ്ഞ കണ്ണുകളുമായി മുറിയിലെ ഒരു മൂലയിലേക്ക് വിരൽ ചൂണ്ടി ആൽബിയുടെ നേരെ നോക്കിക്കൊണ്ട് ബിനോയ് ചോദിച്ചു. അവൻ്റെ ഭാവമാറ്റം കണ്ട് പകച്ചുപോയ ആൽബി ബിനോയ് വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി. മുറിയുടെ മൂലയിൽ ഒരു ജോഡി ചെരുപ്പുകൾ ഇരിക്കുന്നു. താൻ ബിനോയിയുടെ വീട്ടിൽ നിന്നും മോഷ്ടിച്ച അതേ ചെരുപ്പുകൾ. അവ അവിടെ ഇരിക്കുന്ന കാര്യം ആ നിമിഷമാണ് ആൽബി കണ്ടത്. അപ്പോൾ അതാണ് കാര്യം. ഒന്നും വിടാതെ നിൽക്കുന്ന ആൽബിയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ബിനോയ് പറഞ്ഞു. ആൽബി, അതെന്താണെന്ന് നിനക്കറിയാമോ? കോപത്തിൻ്റെ സ്ഥാനത്ത് ഭയം നിറഞ്ഞ കണ്ണുകളുമായി ബിനോയ് ചോദിച്ചു. അതിനും ആൽബി മറുപടി പറഞ്ഞില്ല. എന്തു പറയണമെന്ന് അവനറിയില്ലായിരുന്നു. അത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ചർമ്മം കൊണ്ടാണ്, എൻ്റെ വല്യച്ഛൻ്റെ ചർമ്മം കൊണ്ട്. ബിനോയിയുടെ വാക്കുകൾ കേട്ട് 1000 വാൾട്ട് വൈദ്യുതി ശരീരത്തിലൂടെ പ്രവഹിച്ച പോലെ ആൽബി ഞെട്ടി വിറച്ചുപോയി. എൻ്റെ പപ്പയ്ക്ക് 2 ചേട്ടന്മാരായിരുന്നു ഉണ്ടായിരുന്നത്, ആൽബർട്ടും തോമസും. ബിനോയ് തുടർന്നു. ആൽബർട്ടായിരുന്നു ഏറ്റവും മൂത്തയാൾ. ചെറുപ്പത്തിലെ ആഫ്രിക്കയിലേക്ക് കുടിയേറിയ അവർ അവിടെ പല പല ബിസിനസ്സുകൾ ചെയ്തു നോക്കിയെങ്കിലും ഒരു പുരോഗതിയും ഉണ്ടായില്ല. അങ്ങനെയിരിക്കെയാണ് നഷ്ടത്തിലായിരുന്ന ഒരു ചെരുപ്പ് കമ്പനി അവർ വിലയ്ക്ക് വാങ്ങുന്നത്. റബ്ബർ മാത്രം ഉപയോഗിച്ച് ചെരുപ്പുകൾ നിർമ്മിച്ചിരുന്ന ആ കമ്പനിയിൽ അവർ ലെതർ ചെരുപ്പുകൾ നിർമ്മിക്കാൻ ആരംഭിച്ചു. ആൽബർട്ട് ചാച്ചൻ്റേതായിരുന്നു ആ ആശയം. അവയ്ക്ക് ആവശ്യക്കാർ വർദ്ധിച്ചതോടെ പതിയെ അവർ ചെരുപ്പുകൾ കൂടാതെ മറ്റ് ലെതർ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാൻ തുടങ്ങി. അവയ്ക്കും അവിടെ നല്ലപോലെ ആവശ്യക്കാരുണ്ടായി. അങ്ങനെ അവരുടെ കമ്പനി വളർന്നു. മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് പോലും അവരുടെ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ തുടങ്ങി, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്. അതോടെ അവർ അതിസമ്പന്നരായി മാറി. ഒരൊറ്റ കമ്പനിയിൽ നിന്ന് മാത്രം വേണ്ടത്ര ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ സാധിക്കാതെ വന്നതോടെ അവർ യൂറോപ്പിൽ ഒരു ഫാക്ടറി തുറക്കാൻ നിർബന്ധിതരായി. അവിടെ നിന്നുമാണ് എല്ലാ പ്രശ്നങ്ങളും ആരംഭിക്കുന്നത്. ബിനോയ് ഒരു നിമിഷം നിർത്തി. ബാക്കി പറയാൻ അവന് എന്തോ ബുദ്ധിമുട്ടുള്ള പോലെ ആൽബിക്ക് തോന്നി. ആൽബർട്ട് ചാച്ചൻ യൂറോപ്പിലെ കമ്പനിയുടെ ചുമതല ഏറ്റെടുത്ത് അവിടേക്ക് താമസം മാറി. ഒരു നിമിഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബിനോയ് പറഞ്ഞു തുടങ്ങി. യൂറോപ്പിലെ ബിസിനസ്സിൻ്റെ വളർച്ച അതിവേഗത്തിലായിരുന്നു. അതോടെ അവർക്കിടയിൽ സ്വത്ത് തർക്കം ഉടലെടുത്തു. പണക്കൊതിമൂത്ത ആൽബർട്ട് ചാച്ചൻ തോമസ് ചാച്ചനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. അതോടെ പകമൂത്ത തോമസ് ചാച്ചൻ ഒരു രാത്രി ആൽബർട്ട് ചാച്ചൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തി. എന്നിട്ടും കലിയടങ്ങാതെ തോമസ് ചാച്ചൻ ആൽബർട്ട് ചാച്ചൻ്റെ മൃതദേഹം രാത്രി ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് മൃഗങ്ങളുടെ ദേഹത്തു നിന്നും തുകൽ വേർതിരിക്കുന്ന യന്ത്രം ഉപയോഗിച്ച് ആൽബർട്ട് ചാച്ചൻ്റെ ചർമ്മം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും വേർതിരിച്ചെടുത്തു. അതിനുശേഷം ആ ചർമ്മം ഉപയോഗിച്ച് തോമസ് ചാച്ചൻ 2 ജോഡി ചെരുപ്പുകൾ നിർമ്മിച്ചു. എല്ലാം കഴിഞ്ഞ് ആൽബർട്ട് ചാച്ചൻ്റെ മൃതദേഹം ഫാക്ടറിയിലെ ഫർണസിലിട്ട് കത്തിക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം 2 മാസം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞുപോയി. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് തോമസ് ചാച്ചൻ്റെ രൂപത്തിൽ ചില മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ആദ്യം അത് ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമായിരുന്നുവെങ്കിലും പതിയെ അദ്ദേഹത്തിൻ്റെ രൂപം പൂർണ്ണമായും മാറുകയായിരുന്നു. ശരിക്കു പറഞ്ഞാൽ തോമസ് ചാച്ചൻ പതിയെ ആൽബർട്ട് ചാച്ചൻ്റെ രൂപത്തിലേക്ക് മാറി. ഇതായിരുന്നു ആൽബി, തോമസ് ചാച്ചനും ആൽബർട്ട് ചാച്ചനും. അത്രയും പറഞ്ഞ് ബിനോയ് തൻ്റെ ഫോണിലെ ഒരു ഫോട്ടോ ആൽബിയെ കാണിച്ചു. അത് കണ്ടതോടെ ദേഹത്തു നിന്നും ആത്മാവ് വേർപെട്ട ഒരവസ്ഥയിലായി ആൽബി. തൻ്റെ നെഞ്ചിൽ കത്തി കൊണ്ട് കുത്തിയിറക്കുന്നതായി സ്വപ്നത്തിൽ കണ്ടയാൾ, അയാളാണോ ബിനോയിയുടെ തോമസ് ചാച്ചൻ? ദേഹം തളരുന്നത് പോലെ തോന്നിയ ആൽബി കട്ടിലിലേക്ക് ഇരുന്നുപോയി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തോമസ് ചാച്ചൻ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മരണകാരണം എല്ലാവരെയും ഞെട്ടിച്ചു. തളർന്നിരിക്കുന്ന ആൽബിയുടെ അടുത്തായി ഇരുന്നു കൊണ്ട് ബിനോയ് പറഞ്ഞു. ഹൃദയത്തിലുണ്ടായ കത്തി കൊണ്ട് കുത്തിയിറക്കിയതുപോലെയുള്ള ഒരു മുറിവായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണകാരണം. പക്ഷേ ദേഹത്തിന് പുറത്ത് ഒരു തരത്തിലുള്ള മുറിവുകളും ഉണ്ടായിരുന്നില്ല. പുറമേ മുറിവുണ്ടാക്കാതെ ഉള്ളിൽ അതുപോലെ മുറിവേൽപ്പിക്കുക അസാധ്യമാണ് എന്നായിരുന്നു ഡോക്ടർമാരുടെ അഭിപ്രായം. അതേ തുടർന്ന് നടന്ന പോലീസ് അന്വേഷണമാണ് മുമ്പ് നടന്ന സംഭവങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നത്. നീ ഈ ചെരുപ്പ് നശിപ്പിച്ച് കളയുക, അല്ലാതെ നിനക്ക് രക്ഷയില്ല. അതിലെ ഒരു ചെറിയ കഷ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൂടി കണ്ടെത്തി നശിപ്പിച്ചേ മതിയാവൂ. അല്ലാത്ത പക്ഷം നിനക്കും തോമസ് ചാച്ചൻ്റെ അതേ ഗതി തന്നെയാവും ഉണ്ടാവുക. അത്രയും പറഞ്ഞ ശേഷം ബിനോയ് എഴുന്നേറ്റ് കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് പോയി. ആൽബി കട്ടിലിൽ ഇരുന്നു വിറച്ചു. താൻ കേട്ടതൊന്നും വിശ്വസിക്കാൻ അവന് അപ്പോഴും കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വിശ്വസിക്കാതെ തരമില്ല. അത്തരം കാര്യങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആൽബി യാന്ത്രികമായി എഴുന്നേറ്റ് മുറിയുടെ കോണിലേക്ക് ചെന്നു. അവിടെ ആ തുകൽ ചെരുപ്പുകൾ ഇരിക്കുന്നു. ബിനോയ് പറഞ്ഞത് ശരിയാണ്. അതിൽ ഇടത്തെ ചെരുപ്പിൽ നിന്നും ത്രികോണാകൃതിയിൽ ഒരു കഷ്ണം നഷ്ടപ്പെട്ടിരിക്കുന്നു. കുപ്പിച്ചില്ല് കുത്തിക്കയറിയ സമയത്ത് അത് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇനി എന്തു ചെയ്യും? ആദ്യം ഇവ രണ്ടും നശിപ്പിക്കാം. ആൽബി ഭയത്തോടെ ചെരുപ്പുകളെടുത്ത് പുറത്തേക്കോടി.
പറമ്പിൻ്റെ കോണിലുള്ള വേസ്റ്റ് കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫർണസിൻ്റെ ഉള്ളിലേക്ക് ആൽബി 2 ചെരുപ്പുകളും ഇട്ടുകൊടുത്തു. അതിനുള്ളിലെ കനത്ത തീയിൽ അവ അതിവേഗം കത്തിയമർന്നു. അത് കണ്ടപ്പോൾ ആൽബിക്ക് പകുതി ആശ്വാസമായി. ഇനി ആ ചെറിയ കഷ്ണം എവിടെ പോയി കണ്ടെത്തും? മുറിയിലേക്ക് തിരികെ നടക്കുമ്പോൾ ആൽബി ചിന്തിച്ചു. നേരം സന്ധ്യ കഴിഞ്ഞിരിക്കുന്നു. ആൽബിക്ക് വീണ്ടും കാലിൽ അസഹ്യമായ ചൊറിച്ചിൽ അനുഭവപ്പെടാൻ തുടങ്ങി. അവൻ കട്ടിലിൽ കാൽ കയറ്റി വെച്ചിരുന്ന് മാന്താൻ തുടങ്ങി. എന്നിട്ടും ചൊറിച്ചിൽ ശമിക്കാതായപ്പോൾ അവൻ കൂടുതൽ ബലം പ്രയോഗിച്ച് മാന്താൻ തുടങ്ങി. പെട്ടെന്ന് എന്തോ കണ്ട് ഭയന്ന പോലെ ആൽബിയുടെ കണ്ണുകൾ വികസിച്ചു. അവൻ മാന്തൽ നിർത്തി. കാലിൽ തൊലിക്കടിയിൽ ത്രികോണാകൃതിയിൽ ഒരു തടിപ്പ്. ചെരുപ്പിൽ നിന്നും കാണാതായ കഷ്ണത്തിൻ്റെ അതേ വലുപ്പമായിരുന്നു ആ തടിപ്പിന്. അറപ്പും ഭയവും മൂലം ആൽബി കാൽ അകലേക്ക് നീട്ടിപ്പിടിച്ചു. അത് തൻ്റെ കാലല്ല എന്ന് പോലും അവന് തോന്നി. ആ സമയം കാലിൽ നിന്നും തൻ്റെ നാഡീഞരമ്പുകൾക്കുള്ളിലൂടെ എന്തൊക്കെയോ മുകളിലേക്ക് ഇരച്ചു കയറി വരുന്നത് അവനറിഞ്ഞു. പരിഭ്രാന്തനായ ആൽബി അടുക്കളയിലേക്ക് ഓടി. കാൽ അടുപ്പിൻ തറയിൽ കയറ്റി വെച്ച് അവൻ വേദന കടിച്ചു പിടിച്ച് കത്തികൊണ്ട് തടുപ്പിന് ചുറ്റും അർദ്ധവൃത്താകൃതിയിൽ ഒരു മുറിവുണ്ടാക്കി. അതിനുശേഷം അവൻ പതിയെ തൊലി അകറ്റി നോക്കി. ആ സമയം അവനത് കണ്ടു. കാലിലെ മാംസത്തോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന ചെരുപ്പിൻ്റെ കഷ്ണം അല്ല, ആൽബർട്ട് എന്ന മനുഷ്യൻ്റെ ചർമ്മം. അറപ്പോടെ ആൽബി കാലിൽ നിന്നും അത് വലിച്ചെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് ശരീരത്തിൻ്റെ ഒരു ഭാഗം എന്ന പോലെ അവിടെ ഒട്ടിച്ചേർന്ന് കഴിഞ്ഞിരുന്നു. ആൽബി സർവ്വശക്തിയും എടുത്ത് ആഞ്ഞു വലിച്ചു. ഒരവയവം വേർപെട്ടു പോരുന്ന വേദന സൃഷ്ടിച്ചുകൊണ്ട് അത് കാലിൽ നിന്നും അടർന്നു പോന്നു. വേദന കണ്ണുനീരായി ആൽബിയുടെ കണ്ണുകളിൽ നിന്നും പുറത്തേക്ക് ഒഴുകി. തൻ്റെ രക്തം കലർന്ന ആ കഷ്ണവും പിടിച്ച് ആൽബി സകല വേദനകളെയും മറന്ന് പുറത്തേക്ക് ഓടി. ഒരിക്കൽ കൂടി ഫർണസിനരികിലെത്തിയ ആൽബി തൻ്റെ കയ്യിലിരിക്കുന്ന ചെറു കഷ്ണവും അതിനുള്ളിലേക്കിട്ടു. ക്ഷണനേരം കൊണ്ട് അത് വെറും ചാരം മാത്രമായി മാറി. തിരികെ വീടിനകത്തേക്ക് കയറുന്നതിന് മുന്നേ ആൽബി മുറിവ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി. അതിനുശേഷം മുറിയിലേക്ക് ചെന്ന് ആശുപത്രിയിൽ നിന്നും തന്നിരുന്ന ഒരു ഓയിൽമെൻ്റ് എടുത്ത് കാലിൽ പുരട്ടിയ ശേഷം ഒരു തുണിക്കഷ്ണം കൊണ്ട് മുറിവ് കെട്ടിവെച്ചു. കാലിലെ ചൊറിച്ചിൽ പൂർണ്ണമായും ശമിച്ചിരിക്കുന്ന കാര്യം അപ്പോഴാണ് ആൽബി ശ്രദ്ധിച്ചത്. അന്ന് രാത്രി അവൻ സ്വപ്നങ്ങളില്ലാതെ ആഴത്തിൽ ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ദേഹത്തും ചെവികളിലും അമിതമായി വളർന്നു തുടങ്ങിയിരുന്ന രോമങ്ങളെല്ലാം കട്ടിലിൽ കൊഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. തനിക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയ എന്തോ ഒന്ന് തിരികെ കിട്ടിയത് അവനറിഞ്ഞു. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം മാത്രമെന്ന പോലെ അവൻ്റെ മനസ്സിൽ അവശേഷിച്ചു.